മലയാളികളുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമ്മിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രാഥമിക വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം എന്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പരന്നൊഴുകുമ്പോൾ ആഴങ്ങൾ നഷ്ടപ്പെടുന്നു? വലിയ ചോദ്യമായിരുന്നു. ചോദ്യങ്ങൾക്ക് പലതരത്തിലുള്ള ഉത്തരങ്ങളും പരിഷ്കാരങ്ങളും നിർദ്ദേശിക്കപ്പെട്ടു. വാർഷിക സമ്പ്രദായത്തെ സമസ്ത സമ്പ്രദായം കൊണ്ട് തിരുത്തി എഴുതാൻ ശ്രമിച്ചു. മാർക്കിനു പകരം ഗ്രേഡിംഗ് വെച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. ക്ലസ്റ്റർ സമ്പ്രദായം കൊണ്ടുവരാൻ ശ്രമിച്ചു. ഓട്ടോണോമസ് അഥവാ സ്വയംഭരണ കോളേജുകൾ എന്ന സങ്കല്പവും അതിൻ്റെ പട്ടികയിൽ അവസാനത്തെ ഭാഗമായി നിൽക്കുന്നു. വിവാദമുയർത്തുകയാണ് കേരളത്തിലെ സ്വയംഭരണ കോളേജുകളെക്കുറിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനവും UGCക്കായുള്ള ശുപാർശയും. എന്താണ് സ്വയംഭരണ കോളേജുകൾ നമ്മളുടെ സമൂഹത്തോട് ചെയ്യാൻ പോകുന്നത്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രക്ഷപ്പെടുത്താൻ സ്വയംഭരണ കോളേജുകൾ എന്ന സങ്കല്പത്തിന് സാധിക്കുമോ? മാധവമേനോൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്വയംഭരണ കോളേജുകൾ എന്ന സങ്കല്പത്തെ മുൻനിർത്തി ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു കേരള സമ്മിറ്റ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്വയംഭരണ കോളേജുകൾ കേരളത്തിന് ആശാസ്യകരമാണോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ E.T. മുഹമ്മദ് ബഷീർ, ഓട്ടോണോമസ് കമ്മിറ്റിയുടെ ചെയർമാനും ബംഗളൂരു നാഷണൽ ലോ സ്കൂളിന്റെ മുൻ വൈസ് ചാൻസലറുമായ പ്രൊഫസർ N.R. മാധവമേനൻ, MES പ്രസിഡന്റ് ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ, ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ D.K. ബാബു, കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ സെബാസ്റ്റ്യൻ ജോസഫ്, കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ P. ജയകുമാർ, ADSO ജില്ലാ സെക്രട്ടറി P.K. പ്രഭാഷ്, ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ M. ജ്യോതിരാജ്, കോളേജ് യൂണിയൻ ചെയർമാൻ ശ്രീ സച്ചിൻ, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികളും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും, ഒപ്പം കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപക പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. തുടക്കം ശ്രീ മാധവമേനിൽ നിന്ന് തുടങ്ങാം. വിവാദമായിരിക്കുന്നു. അങ്ങയുടെ കമ്മിറ്റി പ്രവർത്തിച്ചു തുടങ്ങുന്ന ദിവസം മുതൽ ഇടതുപക്ഷ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഈ ആശങ്ക പ്രകടിപ്പിച്ചതാണ്. ഈ സാഹചര്യത്തിലുള്ള ഏറ്റവും ലളിതവും എന്നാൽ കുഴക്കുന്നതുമായ ചോദ്യം ഇതാണ്: നിലവിലുള്ള സർവകലാശാലകൾക്ക് പകരമാകുമോ ഈ ഓട്ടോണോമസ് കോളേജ് സമ്പ്രദായം? യൂണിവേഴ്സിറ്റിക്ക് പകരമല്ല ഓട്ടോണോമസ് കോളേജ് സമ്പ്രദായം. ഓട്ടോണോമസ് കോളേജ് കുറച്ച് നാൾ കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി ആയെന്ന് വന്നേക്കാം. യൂണിവേഴ്സിറ്റി ആകുന്നതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കാം സ്വയംഭരണ സമ്പ്രദായം കൊണ്ട് കോളേജുകൾക്കുണ്ടാകുന്ന ഒരു ഭേദഗതി. ഈ പരിപാടി കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചും അത് കോളേജ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ ബന്ധപ്പെടാതെയോ പ്രവർത്തിക്കുന്ന രക്ഷകർത്താക്കൾ അടക്കമുള്ളവർക്ക് വേണ്ടി ഒരു ചുരുങ്ങിയ വാക്കുകളിലൊന്ന് നമുക്കൊന്ന് വിശദീകരിക്കാൻ സാധിച്ചാൽ, നമുക്ക് മാതൃകകളുണ്ടോ മികച്ച സ്വയംഭരണ കോളേജുകൾ എന്ന സങ്കല്പത്തിന്? ഒട്ടാകെ ഉപരിപഠനത്തിൽ ഏറ്റവും മികച്ച റാങ്കിങ്സ് നേടിയിട്ടുള്ളതെല്ലാം സ്വയംഭരണ അവകാശമുള്ള കോളേജുകളും യൂണിവേഴ്സിറ്റികളുമാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, IIT-കൾ എന്തുകൊണ്ട് ഒരു മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായി, IIMs അതുപോലെ എന്ത് മികച്ച ഒരു സ്ഥാപനമായി മാറി, നാഷണൽ ലോ സ്കൂൾസ് നിയമപഠനത്തിന് എന്തുകൊണ്ട് ഒരു ലോക നിലവാരമുള്ള ഒരു സ്ഥാപനമായി മാറി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായി ഞാൻ കാണുന്നത് അവർക്ക് ഓട്ടോണമി കൊടുത്ത് അതിൻ്റെ കൂടെയുള്ള അക്കൗണ്ടബിലിറ്റി ഡിമാൻഡ്സാണ്. അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നു ചേർന്ന് ആ കോളേജിനെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയെ ലോക നിലവാരമുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റുന്നതിന് നിശ്ചയമെടുത്ത് അതിനുവേണ്ടി വേണ്ടുന്നതായ പ്രയത്നങ്ങൾ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പ് അത് ചെയ്തത് കാരണമാണ് ഈ സ്ഥാപനങ്ങളെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ ഇന്ത്യയിൽ തന്നെ നടക്കുന്നത്. ഒരു സംശയം അപ്പോഴും സാർ ഉണ്ടാവുന്നത്, ഇതൊന്നും തന്നെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിരുന്നില്ല. പബ്ലിക് ഫണ്ട് ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ പൊതുമേഖലയിലെയോ തുടങ്ങുവാൻ വേണ്ടി ഗവൺമെൻറ് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ തീരുമാനിച്ച സ്ഥാപനങ്ങളായിരുന്നു ഇതെല്ലാം. എന്നാൽ കേരളത്തിലെ സ്ഥിതി അങ്ങനെയാണോ? ഇത് പൊതുമേഖലയിൽ അല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇത് നിർമ്മിച്ചത് ഗവൺമെൻറ് ആയിരിക്കാം, ഗവൺമെൻറ് അതിന് ധനസഹായം ചെയ്തെന്നും ഇരിക്കാം. പക്ഷേ അവർ സ്വന്തമായി തന്നെ ധനം അതിനുവേണ്ടി മുതൽ കൂട്ടി സ്വന്തമായി തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റിനല്ലാതെ അവർക്ക് തന്നെയുള്ള റെസ്പോൺസിബിലിറ്റി എടുത്ത് നടന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അതൊരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് ആണെന്ന് പറയുകയാണെങ്കിൽ സമ്മതിക്കാം.
Right. ഞാൻ തുടങ്ങിയ നാഷണൽ ലോ സ്കൂൾ തന്നെ ഗവൺമെൻറ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്ഥലം തന്നു, ഒരു നിയമവും തന്നു. അത് 10 കൊല്ലത്തിനകം ഒരു പ്രശസ്ത സ്ഥാപനമാക്കി മാറ്റിയത് ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ടല്ല, ധനസഹായം പോലും ഇല്ലായിരുന്നു. റൈറ്റ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഏറ്റവും അടുത്ത് നിന്ന് നോക്കിക്കണ്ട ആളാണ് അങ്ങേക്ക് വ്യക്തമായിട്ട് അറിയാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്. 1967 കൊത്താരി കമ്മീഷൻ ആണെങ്കിലും തുടർന്ന് വരുന്ന UGC നിർദ്ദേശങ്ങളാണെങ്കിലും സ്വയംഭരണ കോളേജുകൾ KKN ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള പഠന കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും ഒന്നും തന്നെ നടപ്പാക്കാൻ നമ്മുടെ സർക്കാർ തുനിഞ്ഞില്ല. എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത് അനിവാര്യമായി വരുന്നു? ഇത് ഓരോ ദിവസം കഴിയുന്തോറും ഇതിന് അനിവാര്യത കൂടി വരും. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറഞ്ഞ കാര്യമാണ്. UGC 2007 ഒരു ഗൈഡ് ലൈൻ ഇറക്കിയതാണ്. ഞാൻ തന്നെ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ്റെ കമ്മിറ്റിയിൽ ഓട്ടോണമസ് കോളേജുകളെ പറ്റി പഠിക്കാനുള്ള മിനിസ്റ്റേഴ്സ് ഗ്രൂപ്പിലുണ്ട് എന്ന ആളാണ് കേരളത്തെ പ്രതിനിധീകരിച്ചിട്ട്. ഇതിൽ പിന്നെ ഈ സാറിൻ്റെ കമ്മിറ്റി ഇപ്പോൾ മാധവൻ മേനോൻ്റെ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള അങ്ങ് പറഞ്ഞതുപോലെ നയനാർ ഗവൺമെൻറ് കാലത്ത് നിയോഗിച്ചിട്ടുള്ള നമ്മുടെ KKN ഗ്രൂപ്പ് കമ്മിറ്റി അടക്കമുള്ളവരെല്ലാം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഓട്ടോണമസ് കോളേജുകൾ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച് വളരെ പ്രസക്തമാണ്. ഇനി ഓട്ടോണമസ് കോളേജുകൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ഘട്ടം വന്നിരിക്കും. എന്താ കാരണം എന്നറിയോ? ഈ കുട്ടികളും ഈ ടീച്ചേഴ്സും ഒക്കെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സിസ്റ്റം പരിചയമുള്ളവരാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് താങ്ങാൻ കഴിയുന്ന സ്വഭാവമല്ല ഇപ്പോഴുള്ളത്. പണ്ട് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേഷൻ സിസ്റ്റം നിലനിന്ന കാലം എന്ന് പറയുന്നത് വളരെ കുറച്ച് കോളേജ് അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, വായിക്കുന്നവർക്കറിയാം, ഇന്ന് ലോകത്ത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളിലല്ലാതെ ഇതേമാതിരി ജൈജാൻറ്റിക് അഫിലിയേഷൻ സിസ്റ്റം ലോകത്ത് എവിടെയും നിലനിൽക്കുന്നില്ല. അപ്പോൾ ഈ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും കീഴിൽ 100 കണക്കിന് കോളേജുകൾ താങ്ങാൻ കഴിയാത്ത ഭാരവുമായിട്ട് യൂണിവേഴ്സിറ്റി മുട്ടുകുത്തി നിൽക്കുകയാണ്. അതിൽ പരീക്ഷ നടക്കുന്നില്ല. ഈ കുട്ടികളുടെ ഭാവി തുലാസിലാടുകയാണ്. ആ നിലയിൽ നോക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ കടുംപിടുത്തത്തിൽ നിന്ന് കോളേജുകളെ മോചിപ്പിച്ച് അവയ്ക്ക് ശരിയായ ഓട്ടോണമസ് സ്റ്റാറ്റസ് കൊടുത്ത് മേനോൻ സാർ ഇവിടെ പറഞ്ഞതുപോലെ ഭാവിയിൽ അത് തന്നെയും യൂണിവേഴ്സിറ്റിയാക്കി മാറ്റി ആ സ്വഭാവത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുരടിക്കുമെന്ന ചിന്ത അതിൻ്റെ ഏറ്റവും വലിയൊരു ഘട്ടത്തിൽ ചെന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. വളരെ പ്രസക്തമായൊരു തീരുമാനമാണ് ഇപ്പോൾ ഗവൺമെൻറ് കൈകൊണ്ടിട്ടുള്ളത്. പറഞ്ഞ കാര്യത്തെ എണ്ണം കൂടിയപ്പോൾ സ്വാഭാവികമായും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനോ എഫിഷ്യൻസിയോടുകൂടി പ്രവർത്തിക്കുന്നതിനോ സർവകലാശാലകൾക്ക് സാധിക്കാതെ പോയി. അപ്പോൾ സർവകലാശാലകളെ മെച്ചപ്പെടുത്തുക എന്നതിനേക്കാൾ ഓരോ കോളേജിലേക്കും സ്വയംഭരണം നൽകിക്കൊണ്ട് സ്വയം പര്യാപ്തമാക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ നിലപാടിലേക്ക് വന്നു. അതുമാത്രമല്ല കാണേണ്ടത് ലോകമാകെ മാറുകയാണ്. നിങ്ങൾക്കിവിടെ യൂണിവേഴ്സിറ്റിക്കാർ തയ്യാറാക്കുന്ന കുറേ കോഴ്സുണ്ട്. ഇതങ്ങ് നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളണം. അതിലപ്പുറത്ത് മാറിയ ലോക സാഹചര്യത്തിൽ ഈ കുട്ടികളുടെ നോളജ് ഡ്രൈവൺ സൊസൈറ്റിയിൽ ഈ കുട്ടികളുടെ ഭാവി തീരുമാനിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കോഴ്സ് തീരുമാനിക്കാൻ ഇന്ന് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് കഴിയുന്നില്ല. അവർക്ക് പറ്റില്ല. അവർക്ക് റിജിഡായിട്ട് ഫ്രെയിം വർക്ക് ഉണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ട് അവർ അക്കാഡമിക് ബോഡികൾ പറയുന്നതല്ലാതെ അവർക്ക് ചെയ്യാൻ ഒക്കില്ല. അതിന് പകരം ഈ പുതിയ കോൺസെപ്റ്റ് എന്താ ചെയ്യുന്നത്? ഈ കുട്ടികൾക്ക് ലോകത്തിലെ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിലേക്ക് ശക്തമായി പ്രവേശിക്കാൻ കഴിയുന്ന വിധത്തിൽ ഹൗ ടു റീഡിസൈൻ ദ കോഴ്സസ്, ഹൗ ടു ഫ്രെയിം യുവർ കരിക്കുലം, ഈ കാര്യങ്ങളൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കുന്നതിന് അവസരം ഉണ്ടാക്കുകയാണ്. ഒരു സംശയം കൂടി, ഈ സർവകലാശാലകളെ അനുകൂലിച്ച് സംസാരിച്ച ഒരു രാഷ്ട്രീയ നേതൃത്വം നമുക്കുണ്ട്. അങ്ങ് അടക്കമുള്ളവരുടെ പഴയകാലത്തെ തലമുറയും സർവകലാശാലകളുടെ വിവിധ ബോർഡുകളിൽ അംഗമായിരുന്ന ആൾക്കാരാണ്. സർവകലാശാലകൾ ഒരു ജനാധിപത്യ സ്പേസിൽ അഥവാ ജനാധിപത്യ ഇടത്തിലെ അവഗണിക്കാൻ പറ്റാത്ത സ്ഥാപനങ്ങൾ തന്നെയല്ലേ? കരിക്കുലം ഡിസൈൻ ചെയ്യുന്നതിലാണെങ്കിലും കുറച്ചുകൂടി സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുന്നതിലാണെങ്കിലും കൂടുതൽ ഉത്തരവാദിത്വം സർവകലാശാലകൾക്കില്ലേ? സർവകലാശാലകളുടെ ഉത്തരവാദിത്വ സാധ്യതയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്കൊരു കോഴ്സ് വേണം. എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റ് ഇന്ന കോഴ്സിന് സാധ്യതയുണ്ട്. അതിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ യൂണിവേഴ്സിറ്റി നടക്കുമോ? യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അവരിഷ്ടപ്പെടുന്നൊരു കോഴ്സ് നിങ്ങൾ എടുക്കുക എന്നല്ലാതെ നിങ്ങൾക്കൊരു കോഴ്സ് റീഡിസൈൻ ചെയ്യാൻ ഒക്കില്ല. ഒരു കോഴ്സ് ജീവിതത്തിൽ പ്രധാന പ്രശ്നം കൂടിയല്ലേ. വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കൺവെൻഷണൽ കോഴ്സ് യൂണിവേഴ്സിറ്റിക്കാർ തയ്യാറാക്കുന്ന മാത്രം ഏറ്റെടുക്കാൻ വിധിക്കപ്പെട്ടവരാണോ ഈ കുട്ടികൾ? ഇവർക്ക് ഭാവി വേണ്ടേ? ഇവർക്ക് ഭാവി വേണമെങ്കിൽ എന്ത് വേണം? യൂണിവേഴ്സിറ്റിയുടെ കടുംപിടുത്തത്തിൽ നിന്ന് മോചിതമായി ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഈ കാലഘട്ടത്തിൽ ആവശ്യമായ വിദ്യാഭ്യാസം കിട്ടുകയും ഡിഗ്രി കിട്ടുകയും ചെയ്യുന്ന ഒരു പരിവർത്തനം വേണം. ഒന്ന്.
രണ്ടാമത് ഈ ഇരിക്കുന്ന കുട്ടികളോട് നിങ്ങൾ ചോദിക്കുക സമയം കഴിഞ്ഞാൽ എന്താണ് എത്ര കാലമായി മര്യാദയ്ക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷ നടന്നിട്ട് എത്ര കാലമായി മര്യാദയ്ക്ക് റിസൾട്ട് വന്നിട്ട് ഇതിനൊക്കെ അവസാനം വേണ്ടേ? അതുകൊണ്ട് എന്ത് വേണം? നിങ്ങളുടെ കോളേജിൽ കൃത്യമായി പരീക്ഷ നടത്താൻ, കൃത്യമായ റിസൾട്ട് കൊടുക്കാൻ, മാർക്കറ്റിനെ ലക്ഷ്യമാക്കി കരിക്കുലവും സിലബസും എല്ലാം ഫ്രെയിം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ഇതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കോൺസെപ്റ്റാണ് മാധവൻ മേനോന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഡോക്ടർ ടി ബാബു, ഒരർത്ഥത്തിൽ അധ്യാപക സംഘടനാ പ്രതിനിധികളും ഇതിനൊരു ഉത്തരവാദികളല്ലേ? വിവിധ സർവകലാശാലകളുടെ പ്രതിനിധികളായി ബോർഡ് ഓഫ് സ്റ്റഡീസിലും അക്കാഡമിക് കൗൺസിലും ഒക്കെ എത്തുന്നത് അധ്യാപക സംഘടനാ പ്രതിനിധികളാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയെ പ്രതിസന്ധിയിലാക്കുന്നതിന് സർവകലാശാലയ്ക്കൊപ്പം ഈ അധ്യാപകർക്കും ഒരു പങ്കുണ്ട്. ഒരുപക്ഷേ സ്വയംഭരണ കോളേജ് എന്ന സങ്കല്പം ആ ഒരു ഘട്ടത്തിൽ അനിവാര്യമായതാണോ? എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സർവകലാശാലകളുടെ പിടിപ്പുകേടിനെ പറ്റി, അല്ലെങ്കിൽ സർവകലാശാലകൾക്ക് സമയത്തിന് റിസൾട്ട് നൽകാൻ കഴിയാത്തത് കൊണ്ടാണ്, അതിനുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ ഓട്ടോണമസ് കോളേജുകൾ എന്നുള്ള രീതിയിൽ ഇത്രയധികം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തും ഒപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായി നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ടി മുഹമ്മദ് ബഷീർ സാറിനെ പോലുള്ള ആളുകൾ ഇത് പറയുമ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. കാരണം ഓട്ടോണമസ് കോളേജുകൾ എന്നുള്ളത് ഗുണമേന്മയുള്ള സ്ഥാപനങ്ങളാണെന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഓട്ടോണമസ് കോളേജുകൾ എന്നുള്ള സങ്കല്പം നമ്മൾ പുറത്തേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഗുണമേന്മ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഗുണമേന്മയ്ക്ക് ഓട്ടോണമസ് കോളേജുകളാണോ ഒറ്റമൂലിയാണോ പരിഹാരമെന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ത്യയിൽ കുറച്ചുകൂടെ നമ്മൾ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 1966 കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലെ കോളേജുകൾക്ക് സ്വയംഭരണ പദവി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് 1966. പിന്നീട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 1985 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടും സ്വയംഭരണ കോളേജുകൾ എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടു. UGC പിന്നീട് തുടർച്ചയായിട്ട് വന്ന 4 മാർഗ്ഗനിർദ്ദേശങ്ങളിൽ ഓട്ടോണമസ് കോളേജുകൾ എന്നുള്ളത് ആവശ്യമാണെന്നുള്ള രീതിയിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ UGCയുടെ ഭാഗത്ത് വന്നു. എന്നിട്ടും നമ്മൾ അറിയേണ്ടത് ഇങ്ങനെയൊക്കെ ആയിട്ടും ഇന്ത്യയിൽ ഇന്ന് 32,000-ലധികം കോളേജുകളിൽ ഇന്ത്യ മഹാരാജ്യത്ത് കേവലം 400ഓളം കോളേജുകൾക്കാണ്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 421ഓളം കോളേജുകൾക്കാണ് നമ്മളുടെ കണക്കനുസരിച്ച് ഓട്ടോണമസ് പദവി കിട്ടിയിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിക്കണം, തമിഴ്നാട്ടിലും കർണാടകയിലുമാണ് ഇതിൽ 75% കോളേജുകൾ. ഈ കോളേജുകൾ ബാബുലേക്ക് തിരിച്ചു വരാം. നമ്മുടെ വളരെ പ്രസക്തമായ ചോദ്യം, ഈ ഇത്രയും അധികം കോളേജുകളുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 427 കോളേജുകളിൽ മാത്രമാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഓട്ടോണമസ് പദവി കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാ കോളേജുകളെയും ഓട്ടോണമസ് ആക്കുക എന്ന ലക്ഷ്യം സർക്കാരിനോ UGCക്കോ ഇല്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതല്ല, മികച്ച നിലവാരമുള്ള കോളേജുകൾക്ക് മാത്രമേ ഓട്ടോണമസ് പദവി കിട്ടൂ എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും മികച്ച കോളേജുകൾക്ക് മാത്രമേ ഓട്ടോണമസ് പദവി കിട്ടുകയുള്ളൂ. അതിന് ചില ഗൈഡ് ലൈൻസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ അക്രഡിറ്റേഷൻ പ്രോസസ്സ് NAC തുടങ്ങിയത് വളരെ അടുത്ത കാലത്താണ്. ആ അക്രഡിറ്റേഷൻ പ്രോസസ്സ് വന്നു കഴിഞ്ഞപ്പോഴേ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയൻ സെലക്ട് ചെയ്യാനായിട്ട്, ഒബ്ജക്റ്റീവായിട്ട് സെലക്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കോളേജുകൾക്ക് ഈ പദവി കിട്ടുമായിരുന്നു. മാത്രമല്ല, കൂടുതൽ കോളേജുകളും ഈ 32,000 കോളേജുകളിൽ കൂടുതൽ കോളേജുകളും വന്നത് 80-ന് ശേഷമാണ്, അതിന് മുമ്പല്ല. ആദ്യത്തെ 30 കൊല്ലം ഇത്ര കോളേജുകളൊന്നും ഇല്ല. എല്ലാ കോളേജുകളും സ്വയംഭരണമാക്കുക എന്ന ആശയമല്ല. എല്ലാ കോളേജുകളും എവൻച്വലി സ്വയംഭരണമാക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജസ് ആക്കണം. ശ്രീ ബാബു, ഇത്തരത്തിൽ കോളേജുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഓട്ടോണമസ് കോളേജുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ സാഹചര്യം, യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസ സാഹചര്യത്തെപ്പറ്റി ഒരു പഠനവും നടത്താതെ യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെയാണ് കേരളത്തിലെ ഇപ്പോൾ ഓട്ടോണമസ്. ഇടതുപക്ഷ സംഘടനയുടെ പ്രതിനിധിയാണ് അങ്ങ്. അന്ന് EK നായനാർ മന്ത്രിസഭയുടെ കാലത്ത് KKN ഗ്രൂപ്പിന്റെ കമ്മിറ്റിയിൽ 10 കോളേജുകളെയാണ് സ്വയംഭരണ പദവിയുള്ള കോളേജുകളാക്കി മാറ്റാൻ ശുപാർശ നൽകിയിരുന്നത്. അന്ന് KKN ഗ്രൂപ്പ് കമ്മിറ്റിയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയല്ലേ ഒരർത്ഥത്തിൽ മാധവൻ കമ്മിറ്റിയും പറഞ്ഞിരിക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഓട്ടോണമസ് കോളേജുകൾ എന്ന് പറഞ്ഞിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഏതുതരം ഓട്ടോണമിയാണെന്ന് നിർവഹിച്ചിട്ടില്ല. നമുക്കറിയാം, ഓട്ടോണമി എന്ന് പറയുമ്പോൾ ഏതുതരം ഓട്ടോണമിയാണ് ഉദ്ദേശിക്കുന്നത്? അക്കാഡമിക് ഓട്ടോണമിയാണോ, അതോ അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമിയാണോ, അതോ ഫിനാൻഷ്യൽ ഓട്ടോണമിയാണോ, അതോ ഇത് മൂന്നുമാണോ? ഏത് തരത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? അത് മൂന്നുമാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോണമി, അക്കാഡമിക് ഓട്ടോണമിയാണ് പ്രധാനമായും കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ അക്കാഡമിക് ഓട്ടോണമി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി വേണം. സ്വന്തമായിട്ടുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസ്, സ്വന്തമായിട്ടുള്ള അക്കാഡമിക് കൗൺസിൽ, സ്വന്തമായിട്ടുള്ള ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ്. അത് കാരണം അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി അതിൻ്റെ കൂടെ വരും. ശ്രീ ബാബു, ശ്രീ ഫസൽ ഗഫൂർ, അങ്ങയുടെ നിലപാട് എന്താണ്? അങ്ങയുടെ മാനേജ്മെന്റിന്റെ കോളേജും ഈ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ 32-34 NAC A അക്രഡിറ്റഡ് കോളേജസ് ഉണ്ട്. അതിൽ ഞങ്ങളുടെ 5 കോളേജ് ഉണ്ട് അതിൽ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളൊരു ക്രെഡിറ്റായിട്ട് എടുക്കുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് ആശങ്കകളുണ്ട് വിഷയത്തെ പറ്റി. കാരണം ഒരിക്കൽ സെൽഫ് ഫിനാൻസിങ്ങിൽ ഞങ്ങളുടെ കൈ പൊള്ളിയതാണ്. കാരണം അന്ന് സെൽഫ് ഫിനാൻസിങ് നടപ്പാക്കിയിട്ട് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു വെള്ളക്കടലാസിൽ കോളേജ് പോലും ഇല്ലാത്ത ആൾക്കാർക്ക്, അതായത് വെറും ഭൂമി മാത്രമുള്ളവർക്ക് കോളേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കടലാസ് എഴുതി കൊടുത്തുകൂടെ?
ആ കടലാസിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലായോ നാട്ടിൽ മുഴുവനും ഈ എന്താ പറയുക പാൻ ബീഡി ഷോപ്പുകളുമാതിരി കോളേജുകൾ തുറന്നത്. ഇന്ന് തുറന്നിട്ടുള്ള ആ കോളേജുകളിൽ ഒട്ടുമുക്കാൽ കോളേജുകളും പൂട്ടേണ്ട സ്ഥിതിയും 20,000 24,000 എഞ്ചിനീയറിംഗ് കോളേജ് സീറ്റുകൾ വേക്കൻ്റായി കിടക്കുകയും നിങ്ങളൊരു ഇൻസ്പെക്ഷൻ നടത്തുകയാണെങ്കിൽ ഇന്ന് അവിടെ പല സ്ഥലങ്ങളിൽ അധ്യാപകരില്ലാത്ത സ്ഥിതിയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്നിൽ ഈ സ്വയംഭരണം, അത് സെൽഫ് ഫിനാൻസിങ്ങിലായാലും വേണ്ടില്ല, അവിടെ യൂണിവേഴ്സിറ്റിയിലെ കീഴിലാണെന്നുള്ളതൊക്കെ ഓക്കെ ആണെങ്കിലും അങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരു അനുഭവം ഉള്ളപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ട്രെഡ് ചെയ്യേണ്ട ഒരു മാറ്ററാണ് ഇത്. MES കിട്ടാൻ പോകുന്ന സ്വയംഭരണം വേണ്ടെന്ന് വയ്ക്കുമോ? MES കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ അപേക്ഷിച്ചത് സ്വയംഭരണത്തിന്? ആണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ രാജ്യത്ത് ഒരു സിസ്റ്റം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപേക്ഷിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അപേക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേ പറഞ്ഞു ഞങ്ങൾക്ക് ആശങ്കകളുണ്ട്, ഇത് എങ്ങോട്ടാണ് പോകുന്നത്. നമുക്കതിൽ വ്യക്തമായ കാര്യങ്ങളിലേക്ക് വരാം. നമുക്ക് ഇതിനകത്ത് അക്കാഡമിക് ഓട്ടോണമി ആണോ നിങ്ങൾ എതിർക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി ആണോ നിങ്ങൾ എതിർക്കുന്നത്, ഫിനാൻഷ്യൽ ഓട്ടോണമി ആണോ നിങ്ങൾ എതിർക്കുന്നത്, അതോ ഈ ആശയത്തെ മൊത്തത്തിലാണോ നിങ്ങൾ? എല്ലാത്തിലും പ്രശ്നമുണ്ട്. എന്താ കാരണം എന്നറിയോ? ഈ കോളേജസ് എല്ലാം എയ്ഡഡ്, അതായത് ഡയറക്റ്റ് പേയ്മെൻറ്റ് അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞ അഗ്രിമെൻ്റ് ഉണ്ട് 1970 തുടക്കത്തിൽ, മനസ്സിലല്ലേ? അതനുസരിച്ചിട്ട് ഇവരെല്ലാം ക്വാസി ഗവൺമെൻറ് കോളേജുകളാണ് ശരിക്കും. കാരണം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിന് വഴങ്ങിക്കൊണ്ട് ഗവൺമെൻറ് ശമ്പളം നൽകിയിട്ട് കമ്മിറ്റി അധ്യാപകർ അപ്പോയിൻമെൻറ്റിലും ഗവൺമെൻറ്റിന് വലിയൊരു കൈയുള്ളപ്പോൾ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ സീറ്റ് അധ്യാപനം അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. സിലബസ് ഗവൺമെൻറ് നിയന്ത്രിക്കുന്നത്, അതുമായി തന്നെ വിദ്യാർത്ഥി പ്രവേശനം 20% സീറ്റ് ഒഴികെ ബാക്കി വിദ്യാർത്ഥി പ്രവേശനമൊക്കെ ഗവൺമെൻറ് ആ കോളേജുകളിലാണ് ഇത് സ്ഥാപിക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ ഹോങ്കോങ്ങിൻ്റെ മാതിരി ആയി പോകും. അതായത് 1 ഗവൺമെൻറ് 2 സിസ്റ്റംസ് അല്ലെങ്കിൽ 1 കൺട്രി 2 സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടാണ് ഞങ്ങൾക്ക് ആശങ്ക ഉള്ളത്. കാരണം ഇത് എങ്ങനെ വരും? കാരണം അവിടെ അധ്യാപകരുണ്ട്, അവർക്ക് ചില കോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ പുതിയ അധ്യാപകരെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും, പുതിയതായിട്ട് വിദ്യാർത്ഥികൾ എടുക്കേണ്ടി വരും. എന്തായിരിക്കും ഈ വിദ്യാർത്ഥികളുടെ ഫീസ്? അതിലല്ലേ പാർട്ടി സെൽഫ് ഫിനാൻസിങ് തല പൊട്ടിയത് അവസാനം. എന്താണ് നിങ്ങളുടെ ഇതിനകത്തുള്ള നിലപാട്? എല്ലാവർക്കും ആശങ്കയാണല്ലോ. ഞാൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അധ്യാപകനാണ്. ഞങ്ങൾക്ക് ഈ സ്വയംഭരണ സ്റ്റാറ്റസിലേക്ക് ഞങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. രാവിലെ പോരാൻ സമയത്ത് എൻ്റെ പ്രിൻസിപ്പലുണ്ട് പറഞ്ഞത്, പ്രൊഫസർ സെബാസ്റ്റ്യൻ, നമുക്ക് ഇത് സംബന്ധിച്ച് ചില ആശങ്കകളുണ്ട് എന്നാണ്. ഞാനൊരു അധ്യാപക സംഘടനാ പ്രവർത്തകനാണ്. അധ്യാപകരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കും ചില ആശങ്കകളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ സെനറ്റിലേക്ക് തനിയെ ജയിച്ച ആളാണ്. എൻ്റെ സെനറ്റ് ഇല്ലാതാകുന്നതല്ലോ പ്രശ്നം, എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നമുണ്ട്. വിദ്യാർത്ഥികൾ ഇതിനേക്കാൾ ആശങ്കാകുലരാണ്. പക്ഷേ ഇതൊക്കെ ആകുമ്പോഴും ഈ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്ക് ഒരു നല്ല അവസരം തുറന്നു തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൊണ്ട് ഒരു വിമർശിക്കുന്നതിൽ കഥയില്ല. സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിലുള്ള സർവകലാശാലകളുടെ പിടിപ്പുകേടിൽ നിന്ന്, അതിൻ്റെ നടത്തിപ്പിൻ്റെ വീഴ്ചയിൽ നിന്ന് സ്വാഭാവികമായി ഒരു പരിഹാരം എന്നുള്ള നിലയിൽ വളർന്നു വരികയാണ്. വളരെ രസകരമാണ്. പ്രത്യേകിച്ച് സെനറ്റ് അംഗം എന്ന നിലയിൽ അങ്ങ് തന്നെ സർവകലാശാലകളുടെ പിടിപ്പുകേടിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങ് മനസ്സിലാക്കിയിടത്തോളം സർവകലാശാലയുമായി അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സെനറ്റ് അംഗം എന്ന നിലയിൽ ഈ പിടിപ്പുകേടിന്റെ പ്രാഥമികമായ കാരണം എന്താ? രാഷ്ട്രീയം മാത്രമാണോ? രാഷ്ട്രീയമല്ല, ഒരിക്കലും രാഷ്ട്രീയമല്ല. ഞാൻ വിശദമാക്കി തരാം. കേരള യൂണിവേഴ്സിറ്റിയിൽ 161 കോളേജ്, MG യൂണിവേഴ്സിറ്റിയിൽ 121 കോളേജ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി 66 കോളേജ്, 421 കോളേജും ബാഹുല്യം തന്നെയാണ് കാരണം. ബാഹുല്യം തന്നെയാണ് കാരണം. ബാഹുല്യമാണ് കാരണം. നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് A ഗ്രേഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുത്തു. 25% ഇപ്പം തന്നെ അധ്യാപകന്റെ കയ്യിലാണ് ഇന്റേണൽ മാർക്ക്. A ഗ്രേഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചാൽ തിരിച്ചു വരുന്ന C ഗ്രേഡാണ്. ഈ ഒരു 5-6 മാസം കൊണ്ട് എത്ര തവണ ഞാൻ ഈ ഒരു വിഷയത്തിന് വേണ്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. യൂണിവേഴ്സിറ്റി കുഴപ്പമല്ല, സെമസ്റ്റർ സമ്പ്രദായം നടപ്പാക്കിയതിൻ്റെ പേരിൽ പാവപ്പെട്ട ജീവനക്കാരൻ പെടാപ്പാട് പെടുകയാണ്. കോളേജുകളുടെ ബാഹുല്യം, സെമസ്റ്റർ സിസ്റ്റം, അധ്യാപകരുടെയോ അനധ്യാപകരുടെയോ എണ്ണക്കുറവ് സർവകലാശാലകളിൽ, ഇതാണ് പ്രധാനപ്പെട്ട കാരണം. ഇതുമായി കൂട്ടിയോജിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ക്ലസ്റ്ററിനെ കുറിച്ചുള്ള ഒരു വിവാദവും ഇതിന് തൊട്ട് മുമ്പ് വന്നിരുന്നു. പല എയ്ഡഡ് കോളേജുകളും ക്ലസ്റ്ററുമായിട്ട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടുകൾ പോലും അറിയിച്ചിരുന്നു. ഒരു സംശയം ഉണ്ടാവുന്നത് ഈ ക്ലസ്റ്റർ സങ്കല്പത്തിന് എതിരാണോ ഈ ഓട്ടോണമസ് സങ്കല്പം എന്നുള്ളതാണ്. അങ്ങനെയല്ല. ആദ്യം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇതിനു മുമ്പ് സംസാരിച്ച ആളുകൾ ഈ ആശങ്ക, പേടി എന്നൊക്കെ പറയുന്നില്ല. ഫസൽ ഗഫൂർ പറഞ്ഞു, ഇത് എല്ലാവരും പറഞ്ഞു. ഈ ഒരു ആശങ്കയും ഉണ്ടാവില്ല, ഒരു പേടിയും ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? കാര്യങ്ങൾ പഠിച്ചാൽ മതി. എങ്ങനെ പഠിക്കുക? ഒന്ന്, 440ഓളം കോളേജുകൾ ഇന്ത്യയിൽ ഓട്ടോണമസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം ഓട്ടോണമസ് കോളേജ് ഇന്ത്യയിലുള്ള തമിഴ്നാട്ടിലാണ്. സാറിൻ്റെ പഠന റിപ്പോർട്ടിൻ്റെ ഒരു അനക്സറായിട്ട് സ്റ്റെല്ല മേരി കോളേജ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ, സ്റ്റെല്ല മേരി കോളേജിൻ്റെ കേസ് സ്റ്റഡി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലരും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത്തരം കോളേജുകൾ ഓട്ടോണമസ് പദവി കൊടുത്തതിന് ശേഷം ആ കോളേജ് എങ്ങനെ മാറി എന്ന് സത്യസന്ധമായി പഠിക്കണം. അപ്പോൾ കുറേ പേടി തീരും. രണ്ടാമത്തെ പേടി, മാധവ് മേനോൻ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കണം. മാധവ് മേനോൻ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറയുന്ന എല്ലാ ആശങ്കകളെയും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്.
എങ്ങനെയാണ് ഈ ആശങ്കകൾ അകറ്റേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 3, ഗവൺമെൻറ് ജിയോയിൽ ഈ പറഞ്ഞ ഇനി ആശങ്കകൾ വല്ലവരുണ്ടെങ്കിൽ പറഞ്ഞാൽ കൃത്യമായിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. ഏത് ആശങ്കയും അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിലാണ് ഗവൺമെൻറ് ജിയോ ഇറക്കിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ കാര്യം. ഗഫൂറിന് ചോദിക്കാനുണ്ട്. അങ്ങയുടെ സംശയം ഈറ്റോട് ചോദിച്ചോളൂ. അല്ലല്ല, അത് ഞാൻ അത് നമ്മുടെ സെബാസ്റ്റ്യൻ പറഞ്ഞ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹം. അതായത് ഈ പെട്ടെന്ന് ഈ ലോഡ് എങ്ങനെ വന്നത് യൂണിവേഴ്സിറ്റിയുടെ മുകളിൽ? ആ 150 എയ്ഡഡ് കോളേജും 50 ഗവൺമെൻറ് കോളേജ് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കൂടുതലൊന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് കയറിയിട്ട് 100 കണക്കിന് കോളേജ് അങ്ങോട്ട് കൊടുത്തു. ഈ 100 കണക്കിന് കോളേജുകൾ കൊടുത്തപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതായത് പറയുമ്പോൾ ഈറ്റിക്ക് തെറ്റായത് തോന്നരുത്, LDF കൊടുത്തു. അത് നിങ്ങൾ പറഞ്ഞ LDF കൊടുത്തിട്ടുണ്ട്. എത്രയോ കോളേജ്, ഞാൻ പറയും മെഡിക്കൽ കോളേജുകളിൽ പകുതി കൊടുത്തിട്ടുള്ള LDF-ആ. അപ്പോൾ ഇതിൽ UDF LDF എന്ന് പറയുന്ന വിഷയം വരുന്നില്ല, രണ്ടുപേരും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്ന ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, അതുകൊണ്ട് ആ പ്രശ്നം, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റി. അതേസമയം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എത്ര 400 ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കണ്ടിട്ട് ഇപ്പോൾ, അതായത് 421. അപ്പം 421 പുതിയ അവയിൽ 200-ഓളം കോളേജ് കൂടുകയും പുതിയ യൂണിവേഴ്സിറ്റി ഒന്നുമില്ലല്ലോ. അപ്പോൾ പുതിയ യൂണിവേഴ്സിറ്റി, എൻ്റെ അഭിപ്രായത്തിൽ പുതിയ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കണം ആദ്യം. അല്ല, ഞാൻ പറയുന്ന കാര്യം, യൂണിവേഴ്സിറ്റിയുടെ ഭാരം കൂടിയത് ഇപ്പോൾ ഫസൽ ഗഫൂർ സാഹിബ് പറഞ്ഞാൽ അതിനൊരു പരിഹാര മാർഗ്ഗമല്ല. കാരണം യൂണിവേഴ്സിറ്റിക്ക് ഇനി ഭാരം ഉണ്ടാകുന്നുള്ളതുകൊണ്ട് കോളേജ് കൊടുക്കാതിരിക്കാൻ ഒക്കുമോ? കോളേജ് കൊടുക്കേണ്ടി വരും. രാജ്യത്ത് ഈ തലമുറയ്ക്ക് പഠിക്കാൻ കോളേജ് ആവശ്യമാണ്. പക്ഷേ പ്രശ്നം അതല്ല, എണ്ണം കൂടിയത് മാത്രമല്ല, റിജിഡിറ്റി ഉണ്ട്. യൂണിവേഴ്സിറ്റി നിയമത്തിന് ചില കർക്കശ ഭാവങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കൊരു കോഴ്സ് ആരംഭിക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ദയാദാക്ഷിണ്യത്തിൽ നിന്നിട്ടേ പറ്റൂ. അത് ഈ കാലത്ത് നടക്കില്ല. ഈ കാലത്ത് ഓരോ കോളേജിലും കോഴ്സ് റീസ്ട്രക്ചർ ചെയ്യണം, പുതിയ കോഴ്സ് ആരംഭിക്കണം. അതിനുള്ള അവസരമില്ല. ആ റിജിഡിറ്റിയാണ് ഒന്നാമത്തെ പ്രശ്നം. അതിൻ്റെ കൂടെയാണ് ഈ അമിതഭാരം. ഇതെല്ലാം ഉള്ള സാഹചര്യത്തിൽ ലോകത്ത് ഇവിടെ ഈ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശ് മാത്രമല്ലല്ലോ, ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ. അവിടെയൊന്നും എന്താ ഈ ഇതുപോലുള്ള വലിയ ഒരു സംശയമുള്ളത്, അത്തരം രാജ്യങ്ങളിലെയോ സമൂഹത്തിലെയോ ഒരു സാമൂഹിക ഘടനയോ സാമൂഹികമായുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകളോ അല്ല കേരളത്തിലുള്ളത്. കേരളത്തിന്റെ കമ്മ്യൂണിറ്റി ഡിവിഷൻസ് വളരെ സങ്കീർണമാണ്. കേരളത്തിലെ എയ്ഡഡ് കോളേജുകൾ ക്രിസ്ത്യൻ, നായർ, ഈഴവ, മുസ്ലിം കാറ്റഗറി ആയിട്ട് വിഭജിക്കപ്പെട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഉന്നത വിദ്യാഭ്യാസ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. അതിവിടെ ഒരു ഭയം പറഞ്ഞുണ്ടാക്കുന്നത് എന്താണ്? ഇവിടെ സമുദായ സംഘടനകളുണ്ട്, സോഷ്യലി ബാക്ക്വേർഡ് വിഭാഗങ്ങളുണ്ട്. ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഇത് വന്നാൽ കുഴപ്പത്തിൽ ചാടുമോ എന്നൊരു പേടിയുണ്ട്. ഇല്ല, അത് ഗവൺമെൻറ് ജിയോ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അറിയാം. ഇവിടെയുള്ള റിസർവേഷൻ, ഇവിടെയുള്ള ബാക്ക്വേർഡ് സെക്ഷനുള്ള ആനുകൂല്യങ്ങൾ, അധ്യാപകൻ്റെ സേവന വേതന വ്യവസ്ഥകൾ, ഇത് അതേമാതിരി തുടരും. മാറ്റം ഉണ്ടാവില്ല. ഇതെല്ലാം താറുമാറാകാൻ പോകുന്നുവെന്ന് കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ്. ഇവിടുത്തെ റിസർവേഷൻ അടക്കമുള്ള ബാക്ക്വേർഡ് സെക്ഷൻ്റെ അവകാശാധികാരങ്ങൾ, ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഇക്വേഷൻസ്, ഇതെല്ലാം ആസ് ഇറ്റ് ഈസ്. നേരത്തെ ഫസൽ ഗഫൂർ സാഹിബ് പറഞ്ഞു, ഇവിടുത്തെ DP എഗ്രിമെൻറ്റ്, ഡയറക്റ്റ് പേയ്മെൻറ്റ് എഗ്രിമെൻ്റ് ഉണ്ട് ഇവിടുത്തെ എയ്ഡഡ് കോളേജുകൾക്ക്. ഡയറക്റ്റ് പേയ്മെൻറ്റ് എഗ്രിമെൻറ്റിലെ കാര്യങ്ങൾ എന്താണോ യാതൊരു മാറ്റവും ഇല്ലാതെ ഓട്ടോണമസ് കോളേജിലും തുടരും. ഇതിനൊന്നും യാതൊരു ഭംഗം വരാൻ പോകുന്നില്ല. ബഷീർ സാഹിബ്, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുക. ഞാനും ബഷീർ സാഹിബ് ഡീൽ ചെയ്യുന്ന ഒരു മാറ്റർ ആയതുകൊണ്ട്, ന്യൂനപക്ഷ പദവി ഈ കോളേജുകളിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ന്യൂനപക്ഷ കോളേജുകൾക്കാണ്. ഇവരിപ്പോൾ കഴിഞ്ഞ തവണ ചെയ്ത മാതിരി തന്നെ സ്ഥാപനങ്ങൾ വാങ്ങിച്ചെടുത്തതിന് ശേഷം സംവരണ തത്വങ്ങളെ ഇവർ അട്ടിമറിച്ചാൽ ന്യൂനപക്ഷ പദവിയുണ്ട് ഈ ക്രിസ്ത്യൻ മുസ്ലിം കോളേജുകൾക്കൊക്കെ. ഇവർ ഒരു സംവരണവും നടപ്പാക്കൂല എന്ന് പറഞ്ഞാൽ എവിടെ, വാട്ട് ഈസ് ദ ഗ്യാരണ്ടി അതിനെ പറ്റിയിട്ട്? ദർ ഇസ് നോ ഗ്യാരണ്ടി. കാരണം കഴിഞ്ഞ തവണ കഴിഞ്ഞ 2 ഗവൺമെൻറ്റിനെ LDF UDF ഗവൺമെന്റുകളെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ആർട്ടിക്കിൾ 30 പരിരക്ഷ സ്വയംഭരണ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകൾക്ക് കിട്ടും. അതായത് മുസ്ലിമിനും കിട്ടും. ഇതിൽ എഴുതിയത് എന്താണെന്നറിയോ? ഗവൺമെന്റ് ജിയോയിൽ സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്തുണ്ട്. ഗവൺമെന്റ് ജിയോയിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, DP എഗ്രിമെന്റിലെ ക്ലോസ് നിൽക്കും, സംവരണം പോലുള്ള ആനുകൂല്യങ്ങൾ നിൽക്കും. അതിലൊന്നും യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല. ഫസൽ ഗഫൂർ സാഹിബ് പറഞ്ഞൊരു പ്രശ്നമുണ്ട്, അത് വേറെയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഓട്ടോണമസ് കോളേജ് ഇല്ലെങ്കിലും നേരത്തെ ഗവൺമെൻറ് 50-50 പറഞ്ഞിരുന്നു. അതിനുശേഷം ചില വാങ്ങിച്ചവർ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവർ സംവരണ തത്വം പാലിക്കാതെ പോയത് വേറെ ഇഷ്യൂ ആണ്. അത് അഡ്രസ് ചെയ്യേണ്ട പ്രശ്നമാണ്. അല്ല ബഷീർ സാഹിബ്, അതിന് ഇത്തവണ ചെയ്താലോ? അല്ല, അത് അത് ഓട്ടോണമസ് കോളേജായിട്ട് ബന്ധമില്ലെന്നേ. ഓട്ടോണമസ് അല്ല, ഈ കോളേജ് സ്ഥാപിക്കുന്നതിനോ കോളേജ് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള മൈനോറിറ്റി അവകാശത്തെ കുറിച്ചാണോ അങ്ങ് സംസാരിക്കുന്നത്? അങ്ങനെയല്ല, മൈനോറിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റൈറ്റ് ടു അപ്പോയിന്റ് 100 out of 100 സ്റ്റുഡൻസ് ഫ്രം ദ സെയിം കമ്മ്യൂണിറ്റി, ദ റൈറ്റ് ടു അപ്പോയിന്റ് ടീച്ചേഴ്സ് ഫ്രം ദ സെയിം കമ്മ്യൂണിറ്റി. ഈ അനുവദിച്ചിരിക്കുന്നതെല്ലാം എയ്ഡഡ് കോളേജ് അല്ല, ദീസ് കോഴ്സ് അല്ല. എവിടെയാണല്ലോ അത് വരുന്നത്? എയ്ഡഡ് കോളേജ് ശമ്പളം കൊടുത്താൽ എയ്ഡഡ് എന്ന് പറയുള്ളൂ. ഈ അപ്പോയിന്റ് ചെയ്ത അധ്യാപകർ എയ്ഡഡ് അല്ല.
അപ്പോയിന്റ് ചെയ്യുന്ന അധ്യാപകർ ശമ്പളം സർക്കാരല്ല കൊടുക്കാൻ പോണത്, മാനേജ്മെന്റാണ് കൊടുക്കാൻ പോണത്. മാനേജ്മെന്റ് മാധവൻ അങ്ങനൊരു പരാമർശം ഉണ്ടോ ഇതില്? സാധ്യതയുണ്ടോ? അതേപ്പറ്റി എനിക്കറിയാൻ പാടില്ല. ഗവൺമെന്റ് എന്താണ് ഈ ഡയറക്റ്റ് പേയ്മെന്റ് മുഖാന്തരം വരിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഈ സംവരണ ഉള്ള ക്വസ്റ്റ്യൻ, മൈനോറിറ്റി ക്വസ്റ്റ്യൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ. അത് ഇവിടുത്തെ ഗവൺമെന്റിനോ വേറെ ഏത് സെൻട്രൽ ഗവൺമെന്റിനോ ഇടപെടാൻ സാധ്യമല്ല. ഞാൻ വീണ്ടും ഒരു അതായത് ഞാൻ പറയട്ടെ, ഞാൻ മൈനോറിറ്റി പെട്ടാളാ, അപ്പൊ എനിക്ക് വേറെ ദുരുദ്ദേശത്തിൽ പറയാലല്ലോ, മനസ്സിലായില്ല. ഞാൻ പറയട്ടെ, സ്വയംഭരണ സ്ഥാപനങ്ങൾ മനസ്സിലായില്ല, അവർക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുത്താൽ ദേ വിൽ ബി ലൈക്ക് സെൽഫ് ഫിനാൻസിങ് ഓൺലി. എയ്ഡഡ് പാർട്ടി വേറെ ഇരിക്കും, എയ്ഡഡ് പാർട്ടി സെപ്പറേറ്റ്, മനസ്സിലല്ലേ. ബട്ട് അപ്പോയിന്റ്മെന്റ് ഈ കാര്യങ്ങളിൽ ഒരു കാരണവശാലും, ഞാൻ പഠിച്ചോളാം, ഒരു കാരണവശാലും സംവരണം നടപ്പാക്കാൻ പറ്റൂല. കേരളത്തിന്റെ സാമുദായിക സാമൂഹിക സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് സ്വയംഭരണ കോളേജുകൾ നീതിപൂർവമായി പ്രവർത്തിക്കുക? സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെടുമോ? ആശങ്കകൾ ഏറെയാണ്. ഈ ചർച്ച തുടരും ഇടവേളയ്ക്കു ശേഷം. ഇപ്പോഴും വരാൻ പോകുന്നത് കോളേജുകൾക്ക് ഓട്ടോണമസ് പദവി നൽകുകയും ആ കോളേജിൽ ഇനി വരാൻ പോകുന്ന മുഴുവൻ സ്വാശ്രയ കോഴ്സുകളാണ്. അത്തരം സ്വാശ്രയ കോഴ്സുകൾ വരികയും ക്രമേണ ആ സ്വാശ്രയ കോളേജായിട്ട് ആ കോളേജ് മാറുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് ബാബുവിന് അറിയായിരിക്കും, ഇങ്ങനെ ഒരു ആസ്ട്രോളജി വെച്ച് ഇത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഇത് സ്വാശ്രയ കോളേജായിട്ട് മാറും എന്ന്. എനിക്കതിനുള്ള കഴിവില്ല. സ്വാശ്രയ കോളേജുകളുടെ ഗതി തന്നെയാകുമോ സ്വയംഭരണ കോളേജുകൾക്കും? ആശങ്കയുണ്ട്. ചർച്ച തുടരുകയാണ്. 13 കോളേജുകളിൽ 2 കോളേജുകൾ മാത്രം സർക്കാർ കോളേജുകളും 11 കോളേജുകൾ എയ്ഡഡ് കോളേജ് ആയതിൽ ഒരൊറ്റ കോളേജ് പോലും മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഇല്ല. ഇതെല്ലാം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ കോളേജുകളാണ്. എനിക്കറിയാൻ പാടില്ല അവർ അപേക്ഷിച്ചിട്ടുണ്ടോ. അത് ഗവൺമെന്റ് മറുപടി പറയാം. അല്ല സർ, ഞാൻ മറുപടി പറയാം. അവർക്കായിരിക്കും നാക്ക് ഒരൊറ്റ മെജോറിറ്റി 4 മെജോറിറ്റി കോളേജിന് മാത്രമേ നാക്ക് അക്രഡിഷൻ 32-ൽ 4 മാത്രമേ കിട്ടിയുള്ളൂ. അതാണ് കാരണം. അതാണോ കാരണം? മെജോറിറ്റി കമ്മ്യൂണിറ്റിക്ക് നേരെ ചൊവ്വേ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നടത്തിക്കൊണ്ട് പോകാനുള്ള അവകാശമോ അല്ലെങ്കിൽ അത് ഇല്ല. കാരണം അതായിരിക്കാം, എനിക്കറിയാൻ പാടില്ല. പല കോളേജുകളും നാക് അക്രഡിറ്റേഷൻ ഇതുവരെ നടന്നിട്ടില്ല. നല്ലതായിട്ട് നടക്കുന്ന ഒരുപാട് കോളേജുകളുണ്ട്. അല്ല, ഈ 13 എണ്ണം തെരഞ്ഞെടുത്തത് അങ്ങായിരുന്നോ? 32 അപേക്ഷിച്ചത് അല്ല. പ്രത്യേക ഒരു കമ്മിറ്റി. ഒരു കാര്യം കൂടി, ഞാൻ ഗവൺമെൻറ് ജിയോയിൽ ഒരു വാക്ക്, ഗവൺമെൻറ് ജിയോയിൽ പറഞ്ഞൊരു കാര്യം, എയ്ഡഡ് കോളേജസ് സെലക്ടഡ് ഫോർ ബീങ് ഗ്രാൻഡഡ് ഓട്ടോണമി ഷാൽ എൻ്റർ ഇൻ ടു എഗ്രിമെൻറ്റ് വിത്ത് ദി ഗവൺമെൻറ് ദാറ്റ് ഇറ്റ് ഷാൽ സ്ട്രിക്ട്ലി ഒബ്സർവ് the reservation and merit norms for admission to the aided courses conducted by them now. So it is binding on them. ഇവർക്ക് മറിച്ചൊരു തീരുമാനം എടുക്കാൻ ഒക്കില്ല. ഫസൽ ഗഫൂർ പറഞ്ഞ അപ്രിഹെൻഷനിലേക്ക് ഞാൻ കടക്കുകയാണ്, അതിന് ഞാൻ നിഷേധിക്കുന്നില്ല. ഇവിടെ ഗവൺമെൻറ് ആദ്യം തീരുമാനിച്ചിരുന്ന അഡ്മിഷൻ ക്രൈറ്റീരിയ അതിനുശേഷം വന്ന കോടതി വിധിയുടെ മറവിൽ പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പ്രശ്നം അതല്ല. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്തിനാണിപ്പോൾ കൊടുക്കുന്ന സമയത്ത് എന്തിനാണ് ഈ കണ്ടീഷൻ വെച്ചത്? എ ഗ്രേഡ് അക്രഡിറ്റേഷൻ എ ഗ്രേഡ് ഉണ്ടാവണം, കിട്ടിയിരിക്കണം, 10 കൊല്ലമായിട്ട് വർക്ക് ചെയ്തിരിക്കണം, റെപ്യൂട്ടേഷൻ തെളിയിച്ചിരിക്കണം, അക്കാഡമിക് എക്സലൻസ് പ്രൂവ് ചെയ്തിരിക്കണം, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഇന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഗവൺമെൻറ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഞങ്ങളിപ്പോൾ എന്തേ ചെയ്യുന്നുള്ളൂ, 2 ഗവൺമെൻറ് കോളേജ്, ബാക്കി പ്രൈവറ്റ് കോളേജ് ഇത് കൊടുക്കുന്നു. അതിൽ തന്നെ വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞതിലേക്ക് ഞാൻ വരികയാണ്. ഈ അൺഎയ്ഡഡ് കോളേജിന് കൊടുത്തിട്ടില്ല. അൺഎയ്ഡഡ് കോളേജിനെ പറ്റി ഇത് പറഞ്ഞത് എന്താണെന്ന് ഇപ്പോൾ കൊടുക്കുന്നില്ലെന്നാണ്. ഈ കോളേജുകൾക്ക് കൊടുത്തിട്ട് ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നുവെന്ന് കൃത്യമായി കണ്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിലേ ഗവൺമെന്റ് അൺഎയ്ഡഡ് കോളേജിലേക്ക് പോകുന്നുള്ളൂ. അത് ഈ നിയമത്തിലുണ്ട്. വളരെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് ഇതിന്റെ ആശങ്കകൾ ഓരോന്നായിട്ട് നമുക്ക് അഡ്രസ് ചെയ്യണം. തൽക്കാലം കമ്മ്യൂണിറ്റി ഇഷ്യൂ നമ്മൾ അവസാനിപ്പിക്കുന്നു. പറഞ്ഞു ശ്രീമാധവൻ. 2 കാരണങ്ങൾ നോക്കണം. ഞങ്ങളുടെ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ കൊല്ലം ഒരു 12 കോളേജുകൾക്ക് കൊടുത്താൽ മതിയാകും. അതിന് ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പഠിച്ചിട്ട് കൂടുതൽ കോളേജുകൾക്ക് കൊടുത്താൽ മതി എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു. കേരളത്തിന്റെ പ്രത്യേക സാമുദായിക അന്തരീക്ഷത്തിൽ ഇത് നന്നായിട്ട് നടന്നു പോകുമെന്ന് അങ്ങേക്ക് ശുഭാപ്തി വിശ്വാസം? തീർച്ചയായിട്ടും ശുഭാപ്തി വ്യത്യാസമുണ്ട്. ഞാൻ ഈ കൊടുത്ത കോളേജുകൾ കൂടാതെ തന്നെ ഒരു 14-15 കോളേജുകളിൽ പോയി സംസാരിച്ചു. അധ്യാപകരും മാനേജ്മെന്റും ഇതിന് സപ്പോർട്ടീവാണ്. മറ്റൊരു അഭിപ്രായം കേൾക്കുന്നത് ഇത് സർക്കാർ കോളേജുകളിൽ മാത്രമായി ആദ്യം നടപ്പിലാക്കി തുടങ്ങിയിട്ട് എയ്ഡഡ് കോളേജിലേക്ക് പോന്നാൽ പോരായിരുന്നു എന്നായിരുന്നു. ഇല്ല, നല്ലതായിട്ട് നടക്കുന്ന എയ്ഡഡ് കോളേജ് നാക് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടും ഉണ്ടെങ്കിൽ എന്തിനാ അവരെ താമസിപ്പിക്കുന്നത്? അല്ല, ഇതിൽ എനിക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, ഇത് ഒരു അധ്യാപക സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മയും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്താനുള്ള
എല്ലാ പരിശ്രമങ്ങളും കഴിഞ്ഞ് 5.5 പതിറ്റാണ്ടായിട്ട് നടത്തി വരുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. മാധവ മേനോൻ സാറ് ഇവിടെ IIM-ൻ്റെയും നാഷണൽ ലോ സ്കൂളിൻ്റെയും അതുപോലെ തന്നെ IIT-യുടെ ഒക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞു. IIT-യുടെ സാഹചര്യവും ഇപ്പോൾ കേരളത്തിൽ ഓട്ടോണമസ് പദവി കൊടുത്തിരിക്കുന്ന കോളേജുകളുടെ സാഹചര്യവും തികച്ചും വിഭിന്നമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പോകണം. അദ്ദേഹം പറഞ്ഞു ഡയറക്റ്റ് പേയ്മെൻറ്റ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്കറിയില്ല എന്ന്. തീർച്ചയായിട്ടും അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹത്തെ ഒരുപാട് വേദികളിൽ AKPCTA സംഘടന സംഘടിപ്പിച്ച ഒരുപാട് വേദികൾ ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ നടത്തി. എനിക്ക് ET മുഹമ്മദ് ബഷീർ സാറിനോടും ഒരു കാര്യത്തിൽ വിയോജിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തണം. ഏറ്റവും കൂടുതൽ ശക്തമായും ഏറ്റവും കൂടുതൽ ശരി, നമുക്ക് കാര്യമായും പഠനം നടത്തിയ ആളുകൾ ഞങ്ങൾ ആശങ്കകൾ ഓരോന്നിലേക്ക് 2013 ജൂലൈ മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഠനം നടത്തുകയും കേരളത്തിലെ ജനസമൂഹത്തിൽ ഇത്തരത്തിൽ 10,000-കണക്കിൽ ഈ ലഘുലേഖ ഞങ്ങൾ ജനങ്ങളുടെ അതുകൊണ്ട് തന്നെ പഠനം നടക്കുന്നില്ല എന്നും പഠനം നടത്തിയിട്ടില്ല അധ്യാപക സംഘടനകളൊന്നുള്ള പരാമർശം ഒരിക്കലും ശരിയല്ല. പഠനം നടത്തി ആശങ്കകളും NR മാധവൻ മേനോനുമായി തന്നെ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റ കാര്യം നവലിബറൽ നയങ്ങളുടെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പിൻവാങ്ങാനുള്ള സർക്കാരിൻ്റെ ഒരു അജണ്ടയാണ് ഇത് എന്ന് ഞങ്ങൾ കാണുകയാണ്. ആ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് സർക്കാർ പൂർണ്ണമായും പിൻവാങ്ങുന്നതിന്റെ ഭാഗമായി കൂടിയായിട്ട് ഇതിനെ കാണണം. അത് NR മാധവൻ സാർ ആ അപകടം തിരിച്ചറിഞ്ഞു എന്ന് എനിക്ക് സംശയമുണ്ട്. മറുപടി കൂടി പറയട്ടെ. NR മാധവൻ, അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷവും ദേശാഭിമാനിയും എഡിറ്റോറിയൽ എഴുതിയപ്പോൾ അവർ ആദ്യം ചൂണ്ടിക്കാണിച്ചത് നവലിബറൽ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഓട്ടോണമി എന്ന സങ്കല്പം വരുന്നത്. ആണെങ്കിൽ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് എഴുതിയ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 14 മെമ്പേഴ്സും ഇത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത് വിചാരിച്ചിരിക്കുന്ന 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടാനായിട്ടുള്ള സകല സാഹചര്യങ്ങളും ഒരുക്കണം. കൂടുതൽ കേരള വിദ്യാർത്ഥികൾ ഇപ്പം കേരളത്തിന് വെളിയിൽ പോയി പഠിക്കുകയാണ്, ബാംഗ്ലൂരിലും ചെന്നൈയിലും ഹൈദരാബാദിലുമൊക്കെ. ആ കഷ്ടപ്പാട് മാറ്റി ഈ കേരളത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഈ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മാനേജ്മെൻറ്റുള്ള അധികാരം ഇരിക്കുമോ അതോ എടുക്കുമോ എന്നുള്ളതല്ല ചോദ്യം. ഗഫൂർ സാർ പറഞ്ഞത് മാനേജ്മെൻറ്റുടെ അധികാരമാണ്, അതല്ല ചോദ്യം. വിദ്യാർത്ഥികളുടെ അധികാരമാണ് നോക്കേണ്ടത്. ആ വിദ്യാർത്ഥികൾക്ക് ഈ സ്വയംഭരണം കോളേജുകൾക്ക് കൊടുത്തുകൊണ്ട് ഏറ്റവും മികച്ചതായ ഒരു പഠന രീതി, നേരത്തെ ബഷീർ സാർ പറഞ്ഞ മാതിരി പുതിയ സിലബസും ഓപ്ഷണൽ കോഴ്സസും പുതിയ ലോകത്തെ എമ്പാടും നടന്നു വരുന്നതായ പുതിയ സമ്പ്രദായങ്ങൾ കിട്ടാനുള്ള കാര്യത്തിൽ മാത്രം സൂചന നൽകിക്കൊണ്ട് ET-യിലേക്ക് തിരിച്ചു വരാം. അതായത് ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു മാർക്കറ്റിന്റെ ഇടപെടൽ അല്ലെങ്കിൽ അജണ്ട ഇല്ല എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? അതാണ് കേരളത്തിലെ, പ്രത്യേകിച്ച് ഇടതുപക്ഷം സെൻസിറ്റീവായ കേരളത്തിലെ ഒരു ആശങ്ക ഏതാണ്? ഉണ്ടാകാം. എന്നുവെച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് പലരും പറയും ഇപ്പം ഈ എയ്ഡഡ് കോളേജെല്ലാം മാർക്കറ്റ് പ്രൈവറ്റൈസേഷൻ ആണെന്ന് പറയാമല്ലോ. ആണോ? എയ്ഡഡ് കോളേജസ് എല്ലാം പ്രൈവറ്റ് പാർട്ടീസ് നടത്തുന്നതാണ്. ഇന്നിപ്പോൾ ഇവിടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ഇല്ലെങ്കിൽ എവിടെ ഇരിക്കും ഉന്നത വിദ്യാഭ്യാസം കേരളത്തിൽ? സർക്കാർ പൊതുമേഖലയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറയാൻ നല്ല രസമാണ്. ഈ സർക്കാർ പൊതുമേഖലയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടോ? ഗവൺമെൻറ് കോളേജ് അടക്കം മലബാർ മേഖലയിൽ 2 എയ്ഡഡ് കോഴ്സ് കൊടുത്ത ഗവൺമെൻറ് ഗവൺമെൻറ് ഓരോ മണ്ഡലത്തിൽ പുതിയ ഗവൺമെൻറ് കോളേജുകൾ കൊടുത്ത ഒരു സർക്കാരാണിത്. അപ്പോൾ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാവണം. നമ്മൾ സിദ്ധാന്തം പറഞ്ഞ് നടന്ന് മാറി നിന്നിട്ട് കാര്യമില്ല. സാർ, ഇത് വന്നാൽ ഈ ഓട്ടോണമസ് കോളേജ് വന്നാൽ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇവിടെ പറയും ഒഴിയാനാണ്. എങ്ങനെ? ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഈ ഓട്ടോണമസ് കോളേജ് വന്നാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് ഗവൺമെൻറ് പിൻവാങ്ങാനുള്ള വഴി എന്താണ്? ഇതിലൂടെ എന്താണ്, ഏത് ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ടാണ് ഗവൺമെൻറ് പിൻവാങ്ങുന്നത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ്. തീർച്ചയായിട്ടും. നേരത്തെ മാത്രമല്ല, മാധവ മേനോൻ സാർ ഉന്നയിച്ചൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പരാമർശിക്കാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇന്ന് നേടിയ എല്ലാ നേട്ടങ്ങൾക്കും പുറകിൽ ഇവിടെ 2 തരം കോളേജുകളാണ് ഉണ്ടായിരുന്നത്. സർക്കാർ നേരിട്ട് നടത്തുന്ന കോളേജുകൾ, എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക നിയമനം മാനേജർ നടത്തുന്നു. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായ തത്വങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇപ്പോഴും വരാൻ പോകുന്നത് കോളേജുകൾക്ക് ഓട്ടോണമസ് പദവി നൽകുകയും ആ കോളേജിൽ ഇനി വരാൻ പോകുന്ന മുഴുവൻ സ്വാശ്രയ കോഴ്സുകളാണ്. അത്തരം സ്വാശ്രയ കോഴ്സുകൾ വരികയും ക്രമേണ ആ സ്വാശ്രയ കോളേജായിട്ട് ആ കോളേജ് മാറുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വിദ്യാഭ്യാസ രംഗത്ത് സ്വാശ്രയ കോളേജുകൾ വന്നാൽ നമുക്കറിയാം, യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ പരാമർശിച്ചാണ്. യൂണിവേഴ്സിറ്റിയിൽ കോളേജുകളുടെ ബാഹുല്യം 420 കോളേജുകളിൽ 300-ലധികം കോളേജുകൾ സ്വാശ്രയ കോളേജുകളാണ്. കോഴിക്കോട് സർവകലാശാലയിൽ മാത്രം. കൺഫ്യൂഷൻ ആകരുത്. അങ്ങ് പറഞ്ഞു വരുന്നത് എയ്ഡഡ് കോളേജ് കാലക്രമേണ ഓട്ടോണമസ് പദവി കിട്ടിയാൽ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകൾ സ്വീകരിച്ച് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളായി മാറുമെന്നാണ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളായി മാറും. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. വിദൂര ഭാവിയിൽ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും. തിരിച്ചു വരുന്നു. ഇതെന്താണ്? ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട്? ഇത് ബാബുവിന് അറിയായിരിക്കും ഇങ്ങനെ ഒരു ആസ്ട്രോളജി വെച്ച് ഇത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്. ഇത് സ്വാശ്രയ കോളേജായിട്ട് മാറും എന്ന് എനിക്കതിനുള്ള കഴിവില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വിദ്യാർത്ഥികൾ സ്വീകരിക്കും.
അധ്യാപകർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി. ഇതിൻ്റെ ഒരു ആശങ്കയുടെ ഒരു കാരണം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഈ അധ്യാപകരുമായിട്ട് ഇടപഴകിയതാണ് ആ കമ്മിറ്റിയുടെ ഡെലിബറേഷൻസിൽ. എനിക്ക് ആദ്യത്തെ അവരുടെ ആശങ്ക ഗവൺമെൻറ് ഈ ഡയറക്റ്റ് പേയ്മെൻറ്റ് നിർത്തുമോ എന്നുള്ളതായിരുന്നു. അപ്പോഴത് ചീഫ് മിനിസ്റ്റർ തന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞു അങ്ങനെ ആകില്ല എന്ന്. പിന്നെ ഒരു ആശങ്ക ഈ പറഞ്ഞതാണ്, ഈ പ്രൈവറ്റൈസേഷൻ നടക്കുമോ എന്നുള്ളത്. പ്രൈവറ്റൈസേഷൻ ഇനി സെൽഫ് ഫിനാൻസിങ് കോഴ്സ് നടത്തണമെങ്കിൽ ഇന്നത്തെ പരിസ്ഥിതി അനുസരിച്ച് ഗവൺമെൻറ് അപ്രൂവൽ വേണം. ഈ ഓട്ടോണമസ് കോളേജ് അവിടെ ആശങ്ക അവസാനിച്ചില്ലേ? ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കോഴിക്കോട് സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന 300-ലധികം സ്വാശ്രയ കോളേജുകളുണ്ട്. ഈ സ്വാശ്രയ കോളേജുകളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മൂല്യച്യുതിക്ക് കാരണമായി തീർന്നത്. നമുക്കറിയാം ആ രീതിയിൽ കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ പെൻഷനുമായി ബന്ധപ്പെട്ട് ഉറപ്പോടെ പോയി അത് സംശയം. ഒന്നുകൂടി ഞാൻ ദൂരീകരിക്കാം, ഞാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ എയ്ഡഡ് കോളേജിൽ സെൽഫ് ഫിനാൻസിങ് തുടങ്ങും. ഇത് കൊടുത്ത് ഇല്ല. Is the clear provision is there, autonomous colleges should not be allowed to crowd out aided courses by starting self-financing courses. Is very clear in this. എന്തിനാണ് ആവശ്യമില്ലാത്ത പറയുന്നത്? അങ്ങനെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. ഒരൊറ്റ സംശയം എനിക്ക് ശ്രീ മേധാമാധവനോട് ചോദിക്കാനുള്ളത്, അതായത് ഇപ്പൊ ലെറ്റസ് സേ ഒരു കോളേജ് ഉണ്ട്, there is an aided course, will we be allowed to start a course in the എന്താ പറയുക നമ്മുടെ സ്വയംഭരണത്തിലൊരു കോഴ്സ്, സെയിം കോഴ്സ് പറ്റുമോ? എയ്ഡഡ് കോഴ്സുകൾ നിലനിൽക്കുമ്പോൾ ടീച്ചേഴ്സുമായിട്ട് ഇടപെടിയപ്പം ഒരു ആശങ്കയുടെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അധ്യാപകരുടെ വർക്ക് കൂടും. അവർക്ക് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുകയും വാല്യൂ ചെയ്ത് ഉടനെ കൊടുക്കുകയും കൃത്യസമയത്തിന് അവരുടെ അവധി കുറയും, അവർക്ക് റെസ്പോൺസിബിലിറ്റി വരും. അതിലൊരു വലിയ ആശങ്കയുണ്ട് അധ്യാപക സംഘം. പണിയെടുക്കാൻ ഞങ്ങൾ തയ്യാർ, പഠിപ്പിക്കാനും ഞങ്ങൾ തയ്യാർ. അതല്ലല്ലോ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ ചെയ്തൊരു പാവമാണ് എയ്ഡഡ് കോളേജിൽ സെൽഫ് ഫൈനാൻസിങ് കോഴ്സ്. ഈ സെൽഫ് ഫൈനാൻസിങ് കോഴ്സും ഗുണനിലവാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന സ്വയംഭരണ കോളേജുകൾ ഒരുമിച്ച് പോകില്ല. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഒരു ധാർമ്മിക ബാധ്യത കാണിക്കേണ്ടതാണ്. അവർ പറഞ്ഞുകൊണ്ടല്ലോ ഇവിടെ വലിയൊരു അപകടം വരാൻ സംഭവിക്കാൻ പോകുന്നു എന്നവർ ചിത്രീകരിക്കുന്നുണ്ടല്ലോ ചില ഭയപ്പാടുകൾ. വാട്ട് എക്സാക്ട്ലി ഈസ് ദാറ്റ്? അവർ പറയണം. അവർ മുദ്രാവാക്യം പിടിച്ചാൽ പോരാ. അവർ പറയുന്നത് എന്താണ്? ഇവിടെ അധ്യാപകൻ്റെ കാര്യം കുഴപ്പത്തിലാവും. ഇല്ല, കുഴപ്പത്തിലാവില്ല. ഈ അധ്യാപകൻ ഇന്നത്തെ സേവന വേതന വ്യവസ്ഥ അതേമാതിരി തുടരുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതിൽ മാറ്റമില്ല. വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ്റെ കാര്യത്തിൽ റിസർവേഷൻ അടക്കം എന്തിവിടെ ചെയ്യുന്നുണ്ടോ അത് തുടരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം വ്യക്തമാണ്. പിന്നെ ഫസൽ ഗഫൂർ ഇവിടെ പറയുന്നത് പോലെ അൺഎയ്ഡഡ് കോളേജ് അത് സ്ഥാപിച്ചതിനെ പറ്റി അദ്ദേഹത്തോട് ഞാൻ മറുപടി പറയുന്നത്. കാരണം എന്താ അറിയോ, ഈ നിലവിലുള്ള സംവിധാനം പോരാ, സെൽഫ് ഫിനാൻസിങ് വേണമെന്ന് ആർഗ്യ ചെയ്താണ്. അത് ആവശ്യം, അതായത് ഭയപ്പാട് കൃത്യമായിരിക്കണം. ഭയപ്പാട് കൃത്യം പറഞ്ഞാൽ കൃത്യമായ മറുപടി ഞങ്ങൾ പറയാം. ഓഡിയൻസിന്റെ കൂടെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ 13 ഞാൻ പറയില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ 341, 41, 42, 335, 45, 46 മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഞാൻ പട്ടികജാതി പട്ടികവർഗങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പ്രൊട്ടക്ഷൻ റിസർവേഷനാണ്. കേരളത്തിൽ 9810 കോളേജ് അധ്യാപകരുണ്ട്. 7685 സ്വകാര്യ കോളേജിലാണ്. ഒരൊറ്റ SC/ST കാണിക്കാൻ പറ്റുമോ? സമൂഹത്തെ ബാധിക്കുന്ന ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും വേണം, അല്ല ഒരു കൂട്ടർക്കും മാത്രം പോരാ. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആമുഖത്തിൽ പറയുന്നത് തുല്യനീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. അല്ല പ്രൊഫസർ, ഞാനൊരു കാര്യം പറയാം. 157 കോളേജിലെ SC/STക്ക് ഒരു കോളേജ് പോലും ഇല്ല കേരളത്തിൽ. അപ്പൊ അവിടെ സ്വയംഭരണം വന്നു കഴിഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ 335 ഇവിടെ ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുന്ന മേഖലയിൽ സംവരണം പാലിക്കണം. ചെയ്യുന്നില്ല. അത് പോട്ടെ. ചോദ്യത്തിന് ഒരു ഉത്തരം ശ്രീ ഗഫൂറും കൂടി ഒന്ന് പറയേണ്ടതുണ്ട്. അങ്ങയുടെ മാനേജ്മെന്റ് ഉണ്ടല്ലോ, അതിന് എത്ര SC അംഗങ്ങളുണ്ട്? ഞങ്ങളുടെ കോളേജുകളിൽ നിങ്ങൾക്ക് വന്ന് പരിശോധിക്കുക. എങ്ങനെ പോയാലും ഒരു 3-4% SC/ST ആൾക്കാരുണ്ട്. ഞങ്ങളെ പറ്റി പരാതിയില്ല. മാനേജ്മെന്റിന്റെ സ്ഥാപനം നടത്തുന്ന ആളാണ്, വേറെ മാനേജ്മെന്റ് അസോസിയേഷൻ ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഗവൺമെന്റ് ഒരു നീക്കം നടത്തിയിരുന്നു. ഞാൻ മന്ത്രിയാലയത്തിൽ നടത്തിയതാണ്, വിജയിച്ചില്ല. എന്താ കാരണം എന്നറിയോ? ഇവിടെ സംവരണം ഏർപ്പെടുത്തണം സ്വകാര്യ മേഖലയിൽ എന്നുള്ള വാദം ഉയർത്തിയപ്പോൾ അതിന് ഇവിടുത്തെ മാനേജ്മെന്റ് സംഘടിതമായിട്ട് എതിർത്ത് തോൽപ്പിച്ചതാണ്. അങ്ങനത്തെ ആളുകളാണ് ഇപ്പൊ പറയുന്നത് എന്ത് അവിടെ സംവരണം ഇല്ല. ഞാൻ പറയുന്നത് ഇത് സംസ്ഥാന ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന മേഖലയിൽ ജോലി നൽകുക എന്നത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഈ ശമ്പളം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ്.
അവിടെ ഇത് ഒരു 3% എന്ന് പറഞ്ഞത് എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ദേവരി കോളേജിൽ അടിച്ചു വാരുന്ന തൊഴിൽ ഒരു കൊടുത്തിട്ടില്ല, ഫറൂഖ് കോളേജ് കൊടുത്തിട്ടില്ല. വെറുതെ നമുക്ക് പറയാം വസ്തുനിഷ്ഠമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജയകുമാർ പറയുന്നത്, ഒരു പ്രിൻസിപ്പളായിട്ട് വൈസ് പ്രിൻസിപ്പളായിട്ടല്ല സംസാരിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ഇപ്പോൾ ഈ ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്നു, ഇവിടെ പ്രൊജക്റ്റ് റിപ്പോർട്ടുണ്ട്, ഇന്റേണൽ മാർക്കുണ്ട്. സ്വകാര്യ കോളേജിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന മാർക്ക് നോക്കൂ, 20ൽ 20. ഇതിന് തന്നെ നാളെ ഓട്ടോണമസ് നടക്കാൻ പോകുന്നത് അല്ലേ? സർ, ഗവൺമെന്റ് കോളേജുകളിൽ മറുപടി കിട്ടണം. ശ്രീ മാധവമേനൻ, ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആരോപണമായിട്ട് വന്നേക്കുന്ന ഇടതുപക്ഷത്തിന്റെയും പൊതുവെയുള്ള ജനങ്ങളുടെയും സംശയം എന്ന് പറയുന്നത് ഇതിൽ അധ്യാപകരുടെ നിഷ്പക്ഷത, മാനേജ്മെന്റിന്റെ നിഷ്പക്ഷത വാല്യുവേഷനിൽ എത്രമാത്രം ഉണ്ടാവും? ഇതിൽ മുഴുവൻ പരീക്ഷയും സിലബസും എല്ലാം മാനേജ്മെന്റുകൾക്ക് വിട്ടുകൊടുക്കുകയാണ്, കോളേജുകൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇതിന് ഉത്തരം നേരത്തെ ബഷീർ സാർ പറഞ്ഞ മാതിരി ഇതിൻ്റെ റെക്കമെൻഡേഷനും UGC ഗൈഡ് ലൈൻസും പഠിച്ചിരിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന യു ഹാവ് എ ബോർഡ് ഓഫ് സ്റ്റഡീസ്, അവരാണ് ഈ സിലബസും അതും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുക. ആ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്, യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ്, UGC റെപ്രസെൻറ്റേറ്റീവ്, ടീച്ചേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്, അതുപോലെ അക്കാഡമിക് കൗൺസിൽ, ഈ അക്കാഡമിക് കൗൺസിലിൽ ഇരിക്കുന്ന ടീച്ചേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്. പക്ഷേ ജയകുമാർ സാർ ഉന്നയിച്ച വളരെ പ്രസിദ്ധമായ ഒരു പ്രശ്നമുണ്ട്. വാല്യുവേഷന്റെ കാര്യത്തിൽ നിലവിൽ സ്വയംഭരണം ഇല്ലാതിരുന്നിട്ട് പോലും അസൈൻമെന്റുകൾക്കും സെമിനാറുകൾക്കും ഇന്റേണൽസിനും പ്രൈവറ്റ് കോളേജുകളിൽ അതിനൊരു കൃത്യമായ മറുപടി പറയുമ്പോൾ ഇരുന്ന ആളാണ് ഞാനിവിടെ ഗ്രേഡിങ് കൊണ്ടുവന്നല്ലോ സ്കൂളിൽ. ഗ്രേഡിങ് കൊണ്ടുവന്നപ്പോൾ 10 മാർക്ക് എല്ലാത്തിനും സ്കൂളിൽ നിന്ന് ഇട്ട് കൊടുക്കലായിരുന്നു. ഇവിടെ എല്ലാവരും പറഞ്ഞു ഇവിടെ മാഷുമാർക്ക് രാഷ്ട്രീയമുണ്ട്, പ്രശ്നമുണ്ട്, ഇവിടെ ആകെ കുഴപ്പമെന്ന് പറഞ്ഞു. 5 ലക്ഷം കുട്ടികൾ SLCക്ക് ഇരുന്ന പരീക്ഷയാണ് ഈ ഗ്രേഡിങ് ഇവിടെ വന്നപ്പോൾ 10 മാർക്ക് ഓരോ സബ്ജക്റ്റിനും, കലക്ഷന്, സെമിനാറ്, ഡിസ്കഷൻ, പ്രോജക്റ്റ്, അസൈൻമെൻറ്റ് എന്നിത്യാദിക്ക് ക്ലാസ് മുറിയിൽ വെച്ച് ഓരോ സബ്ജക്റ്റിനും 10 മാർക്ക് മാഷുമാരിട്ട് കൊടുത്തിട്ട് ആയിരക്കണക്കിന് മാഷുമാരുള്ള ഈ രാജ്യത്ത് ഒരു പരാതി പോലും ഉയർന്നു വന്നില്ല. അധ്യാപകൻ്റെ ഹോണസ്റ്റിയിൽ എനിക്ക് ബോധ്യമുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മാഷുമാർ മായം ചേർക്കില്ല. മേ ബി ഒറ്റപ്പെട്ട കേസുണ്ടാവാം, ഏതെങ്കിലും ഒരു കോളേജിൽ കൃത്രിമം കാണിച്ചിരിക്കാം. അതുകൊണ്ട് അധ്യാപകന്മാരിങ്ങനെ ആകെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് കുഴപ്പത്തിലാക്കുന്നതാണ് എന്നുള്ളൊരു വർത്തമാനം പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. അക്കാദമികവും ഭരണപരവും സാമ്പത്തികവും ഉൾപ്പെടെയുള്ള ഓട്ടോണമിയാണ് കൊടുക്കാൻ പോകുന്നത്. അതോടുകൂടി സർവകലാശാലകൾ ശരിക്കും ഇല്ലാതാവും, അഫിലിയേഷൻ സംവിധാനം ഇല്ലാതാവും. സാമ്പത്തികം ഉൾപ്പെടെ കുട്ടികളുടെ തലയിലേക്ക്, വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തലയിലേക്ക് വരുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. സാമ്പത്തികം ഉണ്ടാകും. എങ്ങനെയാണ് സർക്കാർ ഇതിൽ നിന്ന് കൈയൊഴിയുന്നതെന്ന് ഈ സാർ ചോദിച്ചു. ആ സാറ് ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സാമ്പത്തികം ഉൾപ്പെടെയുള്ള അധികാരം വിദ്യാർത്ഥികളുടെ കയ്യിലേക്ക് വരാൻ പോവുക. കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നത് ഉൾപ്പെടെ മാനേജ്മെൻറ്റുകളാണ് ചെയ്യാൻ പോകുന്നത്. ആ രീതിയിൽ വരുമ്പോൾ ഇവിടെയുള്ള കമ്പോളത്തിനനുസരിച്ച് ഇന്ന് ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം മുഴുവൻ കച്ചവടമാക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ രീതിയിലുള്ള അവകാശവും കോളേജുകൾക്ക് കൊടുക്കുമ്പോൾ അത് വരാൻ പോകുന്നത് ഒരു വലിയ കച്ചവട കേന്ദ്രമായി വിദ്യാഭ്യാസത്തെ മാറ്റാന്നുള്ള ഒരു ചെറിയ തെറ്റിദ്ധാരണ ഞങ്ങൾക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ അക്കാഡമിക് ഓട്ടോണമിൻ്റെ കൂടെ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി ആൻഡ് ഫിനാൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കാഡമിക് ഓട്ടോണമിയാണ് പ്രധാനം. അതാണ് ഇതിൽ സംഗതി. ഫൈനാൻഷ്യൽ ഐ ആം കമ്മിങ് ടു യുവർ പോയിന്റ്. ഇതിൽ നിങ്ങൾ ഫീസ് അതുപോലുള്ള കാര്യങ്ങൾ ഇതിലൊന്നുമല്ല. ആ സ്വാതന്ത്ര്യം ഒന്നും ഇവർക്ക് കൊടുത്തിട്ടില്ല. ഇവർക്ക് ആകെ കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അക്കാഡമിക് ഓട്ടോണമി തന്നെയാണ്. അക്കാഡമിക് ഓട്ടോണമിക്ക് അനുകൂലമായ വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി കൂടി ഉണ്ട്. അതല്ലാതെ ഫീസ് തീരുമാനിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഓട്ടോണമസ് കോളേജുകൾക്ക് അധികാരമില്ല. എല്ലാ ബോഡികളിലും മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളും അതുപോലെ ഈ പ്രതിനിധികളുടെ ഭൂരിപക്ഷം അവരെ പരമാധികാര സഭകളാണ് ഈ ഓട്ടോണമസ് കോളേജുകളിലുള്ളത്. ഗവേണിംഗ് ബോഡിയിലായാലും അക്കാദമിക് കൗൺസിലായാലും എല്ലാ ബോഡികളിലും മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ കച്ചവടക്കാരുടെ ഒരു കേന്ദ്രമായി മാറും ഇത്. പിന്നെ ഇത് ഈ രീതിയിൽ അവർക്ക് പവറില്ല. നിലവിൽ മാനേജ്മെന്റ് കോളേജുകൾ നമുക്ക് വേണ്ട എന്നാണോ നിലപാട്? കച്ചവട കേന്ദ്രങ്ങൾ വേണ്ട ആവശ്യമില്ല. ഈ സർവകലാശാല ഉണ്ടായി വന്നതിൽ വലിയ സർവകലാശാലകൾ ഉണ്ടായി വന്നതിൽ വലിയൊരു ചരിത്രമുണ്ട്. ഈ ഗവൺമെൻറ് സാമ്പത്തികം മാത്രം സർവകലാശാലക്ക് കൊടുത്താൽ മതി. മറ്റു കാര്യങ്ങൾ മുഴുവൻ അവിടെയുള്ള ജനാധിപത്യ ബോഡികളാണ് തീരുമാനിക്കുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ അവകാശവും ഈ കച്ചവടക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കനുസരിച്ച് ഇപ്പോഴുള്ള കോഴ്സുകൾ എല്ലാവർക്കും എല്ലാ കച്ചവടക്കാരും സ്വാശ്രയ കോഴ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിങ്, ഈ രീതിയിലുള്ള മാനവിക മൂല്യങ്ങൾക്കോ മാനവിക വിഷയങ്ങൾക്കോ ഒരു പ്രാധാന്യമില്ല. നമ്മൾ തമ്മിൽ ഒരു കാര്യത്തിൽ യോജിപ്പുണ്ട്. ഞാനും കച്ചവടക്കാരുടെ ഭാഗമല്ല, കച്ചവടക്കാരെ ഞാനും അംഗീകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ കോളേജിലുള്ള എയ്ഡഡ് കോഴ്സായി തുടരുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അത് തുടരുമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. തുടർന്നില്ലെങ്കിൽ രാഷ്ട്രീയമായ ഇടപെടലുണ്ടാവണം. ഒന്ന്,
തുടരുന്ന നമ്മളെ സ്കൂൾ തലത്തിലേക്ക് നോക്കിയാൽ മതി. DPP മുതൽ ഇങ്ങോട്ട് DPP, SSA, RMS അതിനപ്പുറത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ DPP-ന്റെയും SSന്റെയും RMSന്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വാക്ക് എനിക്ക് പറയാൻ തോന്നി. എന്താ പറയുക, ഇത് കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. DPP ഇവിടെ DPP വന്നത് നന്മയായിട്ടുള്ളൂ, ഇവിടെ SSI വന്നതും നന്മയായിട്ടുള്ളൂ, RMS വന്നതും നന്മയായിട്ടുള്ളൂ. സ്കൂളുകൾ അടച്ചുവിട്ടാൻ പോയപ്പോ എങ്ങനെയെന്ന് പറയും DPP കൊണ്ട് എന്ത് ദോഷം ഉണ്ടായെന്ന് പറയും. അന്ന് ഇടതുപക്ഷ പാർട്ടികൾ ഏത് വർഷമായാലും ഈ സർവകലാശാലയുടെ മുകളിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഒരു ജനാധിപത്യ വിരുദ്ധമായ ഒരു സമിതി രൂപീകരിച്ചത് ഇടതുപക്ഷത്തിന്റെ സമയത്ത്. എല്ലാ സർക്കാരിന്റെ സമയത്തും ഉന്നത വിദ്യാഭ്യാസത്തെയും പ്രാഥമിക വിദ്യാഭ്യാസത്തെയും തകർക്കാനുള്ള പരിപാടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ വന്നതൊന്നും തടുക്കാനായിരുന്നില്ല. സർ, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ ഒരു പ്രമുഖൻ. ഇതിൽ ആശങ്ക എന്താണെന്ന് വെച്ചാൽ 1986 മുതൽ രാജീവ് ഗാന്ധി നടപ്പിൽ വരുത്തിയ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, അതാണ് വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണത്തിനും കച്ചവടവൽക്കരണത്തിനും തുടക്കം കുറിച്ചത്. അത് ഘട്ടങ്ങളായി പുരോഗമിച്ച് ഏത് വിഷയത്തെയാണ് എതിർക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമിയാണോ എതിർക്കുന്നത്? നിരവധി വിഷയങ്ങൾ ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട്. ചില വിഷയങ്ങളോട് ഉന്നയിച്ചു കഴിഞ്ഞു. അത് വിദ്യാഭ്യാസത്തിന്റെ കടമയിൽ നിന്നും വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ബാധ്യതയിൽ നിന്നും സർക്കാർ കൈയൊഴിഞ്ഞു മാറുന്നു, അതിനെ കച്ചവട ചരക്കാക്കി മാറ്റുന്നതാണ്. ഒറ്റ കാര്യം സൂചിപ്പിച്ച് അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് അർത്ഥമില്ല. മറ്റൊന്ന്, ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്നതാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്തെന്നൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായാലും യൂണിവേഴ്സിറ്റി ഇന്ന് നിലവിലിരിക്കുന്ന സമ്പ്രദായം ജനാധിപത്യപരമായി നടത്തപ്പെടുന്ന വിദ്യാഭ്യാസമാണ്. അതിനെ ഇല്ലാതാക്കി യൂണിവേഴ്സിറ്റിയിൽ ഡിസഫിലിയേഷൻ സമ്പ്രദായം കൊണ്ടുവരുന്നത് ജനാധിപത്യപരമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കും. അതാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന സമ്പ്രദായമാണ് ഓട്ടോണമസ് എന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് ആണ്. മറ്റേത് ഒരു യൂണിവേഴ്സിറ്റിയിലെ എത്രയോ കോളേജുകൾക്ക് ചുരുങ്ങിയ ചില പ്രതിനിധികളെ ഉള്ളൂ. ഇത് ഓരോ കോളേജിനും ജനാധിപത്യം കൊണ്ടുവരികയാണ്. ഓരോ കോളേജുകൾക്കും ജനാധിപത്യം കൊണ്ടുവരികയാണ്. ഓരോ കോളേജുകളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഭരണം ഏറ്റെടുക്കുകയാണ്. അവർ ട്രാൻസ്പെറൻസി കൊണ്ടുവരികയാണ്. ഇത് കൂടുതൽ ജനാധിപത്യ ഭരണം കൊണ്ടുവരുന്ന പരിപാടിയാണ് ഓട്ടോണമി എന്ന് കൊടുക്കുന്നത്. ചോദ്യമുള്ളൂ, അക്കാഡമിക് സ്വാതന്ത്ര്യം എനിക്കൊരു കോളേജ് വന്നിരിക്കട്ടെ. ഞാൻ നാളെ മനുസ്മൃതിയുടെ ചാപ്റ്റർ 2 211, 212, 215, ചാപ്റ്റർ 9, 94, 18 ഇത് നടപ്പിലാക്കാൻ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് സ്വാതന്ത്ര്യം ഉണ്ടാവും? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സിലബസിന്റെ പരിഷ്കരണം, കോഴ്സിന്റെ രൂപകൽപ്പന, ഇത് നിലവിൽ ഇന്ത്യയെ പോലെയുള്ളൊരു രാജ്യത്ത് വളരെ സങ്കീർണമാണ്. ജ്യോതിഷം നമ്മുടെ പഠനശാസ്ത്ര വിഷയമായി വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ മനുസ്മൃതി ഒരു കോഴ്സായിട്ട് വന്നാൽ അതിനെ സർവകലാശാലാ തലത്തിൽ എതിർക്കാൻ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയോ വിവിധ സമുദായങ്ങളുടെയോ സമൂഹങ്ങളുടെയോ പ്രതിനിധികളുണ്ടാവും. പക്ഷേ അങ്ങ് പറയുന്ന ഈ എയ്ഡഡ് കോളേജ് നാളെ മനുസ്മൃതി ഒരു കോഴ്സ് കണ്ടന്റായിട്ട് കൊണ്ടുവന്നാൽ അതിനെ എതിർക്കാൻ ആരും ഉണ്ടാവില്ല. അതിനെ ഒരു മിനിറ്റ് ഈ നിയമത്തിൽ ഒരു കാര്യം കൂടി, അത് പറഞ്ഞ പോയിന്റ് ഞാൻ, അതായത് ഈ ഓട്ടോണമസ് കോളേജുകൾ റെഗുലേറ്ററി ബോർഡിൻ്റെ കൺട്രോളിന് വിധേയമാണ് ഇപ്പോഴും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കൊടുക്കുന്നതോടുകൂടി ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഒരു കൺട്രോൾ ഇതിൻ്റെ പുറത്ത് ഉണ്ടാവില്ല എന്നല്ല, അവിടുത്തെ കോഴ്സിൻ്റെ മുകളിലുള്ള ഉപരിയായിട്ടുള്ള പരിശോധന നടത്താനും അവിടുത്തെ മേൽക്കാര്യങ്ങൾ നോക്കാനും യൂണിവേഴ്സിറ്റിക്ക് അധികാരമുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്ട്രക്ചറലായിട്ട് ഗുണം. അതെ, മനസ്സിലാക്കുന്നത് യൂണിവേഴ്സിറ്റിക്ക് വേണമെന്ന് വെച്ചാൽ ആ കോഴ്സ് സമൂഹത്തിന് ചേരുന്നതല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. ഒരു വശത്ത് സ്വയംഭരണമാണെന്ന് പറയുകയും ഒരു വശത്ത് സ്വയംഭരണ കോളേജുകളാണെന്ന് പറയുകയും മറുവശത്ത് അതിന്റെ മുകളിൽ നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് സാർ. അത് സ്വയംഭരണം എന്ന് പറഞ്ഞാൽ സ്വയംഭരണം കിട്ടുന്ന കോളേജുകൾ അവർക്ക് ഇഷ്ടം പോലെ ചെയ്യണമെന്നല്ല, ചെയ്യാൻ പാടില്ല. അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബഷീർ സാഹിബ് ഒരു കാര്യം ചോദിക്കാം. ബഷീർ സാഹിബ് ഞാൻ ബഷീർ സാഹിബിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അദ്ദേഹം പാർലമെന്റ് അംഗമാണ്. അതിവശവും നരേന്ദ്രമോദി അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ കാണുന്നു. എനിക്ക് താല്പര്യമില്ല, എന്നാലും സ്റ്റിൽ വന്നൂടാ. മുമ്പ് നമ്മളെ മുരളി മനോഹർ ജോഷി HRD മിനിസ്റ്റർ ആയിരുന്നപ്പോൾ കംപ്ലീറ്റ് ചരിത്രം മാറ്റിയതിലെ നമ്മളെല്ലാം എത്ര സമരങ്ങൾ പങ്കെടുത്തു. അപ്പൊ ഇങ്ങനെ ഓട്ടോണമസ് കോളേജസിൽ കൊടുത്തുകൊണ്ടിരുന്നാൽ അവിടുത്തെ ഹിസ്റ്ററി ക്ലാസ്സുകളിലെ സിലബസ് അല്ല, അതിൽ പ്രശ്നമുണ്ട്. ഡയറക്ട്ലി മനുസ്മൃതി പഠിപ്പിക്കണ്ട, ഇൻഡയറക്ട്ലി. അവിടെയാണ് ഈ ജനാധിപത്യത്തെ ഒന്നും കൂടി മാറ്റി വെക്കേണ്ടത്. കാരണം എന്താ അറിയോ, ഈ അർജുൻ സിംഗ് മിനിസ്റ്ററായ സമയത്ത് തിരുത്തി എഴുതിയാണ് മധ്യപ്രദേശ് ഗവൺമെൻറ്റാണ് ചെയ്തത്. ഗവൺമെൻറ്റാണ് പാഠപുസ്തകങ്ങൾ മാറ്റിയത്. അന്നത്തെ BJP ഗവൺമെൻറ്റാണ് UGCയുടെ തലപ്പത്ത് അതുപോലെയുള്ള ആളുകളെ വെച്ചത്.
അപ്പോൾ ജനാധിപത്യത്തിൽ അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ് കാണിച്ച വിക്രിയാണത്. അതല്ലാതെ അത് ഓട്ടോണമസ് കോളേജ് കൊടുത്തുകൊണ്ടോ സെൽഫ് ഫിനാൻസ് കോളേജ് കൊടുത്തുകൊണ്ടോ അല്ല. അത് അന്നത്തെ ഗവൺമെൻറ് കാണിച്ചൊരു കടുകയായിരുന്നു. അതിനെ പിന്നെ ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്ത്, ഇവിടെ അർജുൻ സിംഗ് മന്ത്രിയായി വന്ന സമയത്ത് ക്രാഷ് സ്കീമായിട്ട് എടുത്തിട്ട് പൊളിച്ചെഴുതിയതാണ് അന്ന് BJP ഗവൺമെൻറ് കൊണ്ടുവന്ന തെറ്റായ നയങ്ങളെ. ഈ ഓട്ടോണമസ് സ്റ്റാറ്റസ് കൊടുക്കുന്ന ഇവിടുത്തെ ഗവൺമെൻറ് അല്ല, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനാണ് കൊടുക്കുന്നത്. അത് ചില കണ്ടീഷൻസ് വെച്ചാണ് കൊടുക്കുന്നത്. അത് 6 കൊല്ലത്തേക്ക് മാത്രമാണ് കൊടുക്കുന്നത്. അതിന് മുമ്പ് എപ്പം വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാം. ആ UGC റെപ്രസെൻറ്റേറ്റീവ് ഇരിക്കുന്നുണ്ട് അക്കാഡമിക് കൗൺസിലിലും ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിലും. അതുകൊണ്ട് ഇത് പിന്നെ ഇഷ്ടമുള്ള പോലെ കോഴ്സ് ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ അല്ല സിബാബു പരീക്ഷണശാലകളാക്കാൻ പാടുണ്ട്. എനിക്ക് വളരെ തോന്നുന്നത് ഇപ്പോഴും ഇതിന്റെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന പ്രൊഫസർ NR മോഹനൻ സാർ ഇപ്പോഴും ഇതിനുള്ള അപകടങ്ങൾ വേണ്ടത്ര പതിയിരിക്കുന്ന ചതിക്കുഴികൾ വേണ്ടത്ര കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യൂണിവേഴ്സിറ്റികളുടെ ഓട്ടോണമിയെ കവർന്നെടുക്കാൻ ഒരു മടിയുമില്ലാത്ത നമ്മുടെ ഭരണാധികാരികൾ സർവകലാശാലയുടെ ഓട്ടോണമി കവർന്ന് എടുക്കുകയും അതേസമയം കോളേജുകൾക്ക് ഓട്ടോണമി കൊടുക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അതിനകത്ത് വളരെ കൃത്യമായി ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴി നമ്മൾ മനസ്സിലാക്കണം. എന്തേ സർവകലാശാലകൾ ഗവൺമെൻറ് സർവകലാശാലയുടെ ഓട്ടോണമിയെ ഒരിക്കലും പിടിച്ചു വെച്ചിട്ടില്ല. ഓട്ടോണമി യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കണം. പക്ഷേ ഓട്ടോണമി എന്ന് പറയുന്നത് നിങ്ങൾ ഈ വ്യാഖ്യാനിക്കുന്ന പോലെയല്ല. ജ്ഞാന കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞ മതിയാണ്. ഓട്ടോണമി എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. ഓട്ടോണമി ഷുഡ് ബി കപ്പിൾഡ് വിത്ത് അക്കൗണ്ടബിലിറ്റി. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അതല്ലാതെ സർക്കാരിന് ചോദ്യം ചെയ്യാൻ പാടില്ല, സർക്കാരിനൊന്നും ഇടപെട്ടുകൂടാ. ഈ നാട്ടിലെ നികുതിദായകനോട് മറുപടി വരേണ്ട സർക്കാർ. ആ സർക്കാർ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ എന്ത് നടന്നാലും സർക്കാരിന് ബാധ്യതയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് നിഷ്ക്രിയത്വമായിരിക്കാൻ ഒക്കില്ല. ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യണം. സ്വയംഭരണ സങ്കല്പത്തിൽ യഥാർത്ഥത്തിൽ എതിർക്കുന്നവർ എന്തിനെയാണ് എതിർക്കുന്നത്? അക്കാദമികമായ സ്വാതന്ത്ര്യത്തെയോ, അതല്ല ഭരണപരമായ സ്വാതന്ത്ര്യത്തെയോ, അതല്ല സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തെയാണോ? നിലവിലുള്ള ആശങ്കകൾ ദൂരീകരിച്ചു മാത്രമേ സ്വയംഭരണ കോളേജുകൾ നടപ്പിലാക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ, മറ്റുള്ള പ്രതിരോധിക്കുന്നവരും പറയുമ്പോൾ ഇതിലെവിടെയാണ് ശരി? ആശങ്കകൾ അസ്ഥാനത്താണോ? ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ചർച്ച അടുത്തയാഴ്ചയും തുടരും. അതുവരെ നന്ദി, ശുഭരാത്രി.